ഒരു വ്യാഴവട്ടത്തിലേക്ക് കടന്ന ഈ ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിൽ ഇപ്രാവശ്യം ആകസ്മികമായിട്ടെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞ എൻ്റെ ജന്മപുണ്യത്തെ ഈശ്വരസ്മരണയോടെ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ സജ്ജനങ്ങൾക്കും ഞാൻ എൻ്റെ നമസ്കാരം സമർപ്പിക്കുന്നു. സത്യം പരം ധീമഹി എന്ന തത്വത്തിൻ്റെ അന്വേഷകരായി ജീവിതത്തിൻ്റെ കുറേ ദിവസങ്ങൾ ഓരോ വർഷവും ഇവിടെ വരുന്നവരാണ് നിങ്ങൾ. സത്യം എന്താണ് എന്നന്വേഷിച്ച് ആ സത്യം ഈശ്വരൻ മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കർമ്മത്തെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഈശ്വര അവലോകനം നടത്തുന്നവരായി, ഈശ്വരനെ കണ്ടെത്തുന്നവരായി, ഈശ്വരനെ ഉൾക്കൊള്ളുന്നവരായി, ഈശ്വരനായി മാറുന്നവരായി നമ്മൾ മാറുന്നത്. താനാരാണെന്നു ചിന്തിച്ച് അതിനുടെ പരമാർത്ഥം വരെ കണ്ട വിദ്വാൻ താനാകുന്നു ജഗത്തിൽ ജനനി ഭവതിയെ കണ്ടവൻ കർമ്മവേദി. അങ്ങനെ കർമ്മവേദികളാകാനും ഈശ്വരനെ കണ്ടെത്താനും ഭഗീരഥ പ്രയത്നം നടത്തുന്ന ഒരുപാട് സത്യാന്വേഷികൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നത് ഭാരതത്തിൻ്റെ സുഹൃത്തമാണ്, ഭാവിയുടെ സുഹൃത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വരുന്നത് കേരളത്തിൻ്റെ കൃത്യം മധ്യഭാഗത്ത് നിന്നാണ്. അവിടെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. ഇതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം 2 വാചകങ്ങളിൽ ഞാൻ അതിലേക്ക് കടക്കുകയാണ്. പണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ കേരളം വീണ്ടെടുത്ത കഥ നമുക്കറിയാം. അന്ന് പരശുരാമൻ കടലിൽ നിന്ന് കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ വീണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് ജനവാസയോഗ്യമാക്കണം എന്നായിരുന്നു. നിർഭാഗ്യവശാൽ കടലിൽ നിന്ന് പൊന്തി വന്ന കേരളം ഒരു പൊങ്ങുതടി പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇളകുന്ന മണ്ണിൽ താമസം അസംഭാവ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഭൂമിയുടെ ഇളക്കം നിർത്താൻ, കേരളത്തിന്റെ ഇളക്കം നിർത്താനുള്ള പ്രതിവിധി ആലോചിക്കുകയാണ് പരശുരാമൻ. ഒരു കടലാസ് ഇളകുകയാണെങ്കിൽ അതിലൊരു പേപ്പർ വെയിറ്റ് വെക്കാം നടുവില്. കേരളത്തിന്റെ ഒത്ത നടുവിൽ എന്ത് ഭാരം വെച്ചാണ് കേരളത്തിന്റെ ഇളക്കം നിർത്തുക? അദ്ദേഹത്തിന്റെ മുന്നിൽ അപ്പോൾ തെളിഞ്ഞു വന്നത് തന്റെ അവതാരത്തിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു കാലഘട്ടത്തിൽ ഹിരണ്യാക്ഷന്റെ കയ്യിലൂടെ ഏതോ സ്ഥലത്ത് അപ്രത്യക്ഷമായി പോയ ഭൂമി അന്ന് ഈശ്വരൻ വരാഹമൂർത്തിയായി അവതരിച്ച് കടലേഴും കടന്ന് അന്വേഷിച്ച് തേടിപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന കഥയായിരുന്നു. അന്ന് തന്റെ തേറ്റമേൽ, പന്നിയുടെ രൂപത്തിലുള്ള തന്റെ അവതാരത്തിൽ വരാഹമൂർത്തി തേറ്റമേൽ ഈ ഭൂമിയെ നിഷ്പ്രയാസം പൊക്കിക്കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചു. ഇതോർത്ത പരശുരാമൻ ആ യജ്ഞവരാഹമൂർത്തിയെ കേരളത്തിന്റെ ഒത്ത നടുവിൽ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പന്നിയൂര വരാഹമൂർത്തി പ്രതിഷ്ഠയും പിൽക്കാലത്ത് പെരുന്തച്ചൻ നിർമ്മിച്ച ക്ഷേത്രവും ഉണ്ടായത്. അന്ന് പരശുരാമൻ ഒരു വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് ഒരു പ്രദേശത്തിന്റെ ചാഞ്ചല്യം ഇല്ലാതാക്കാനാണെങ്കിൽ, ഒരു പ്രദേശത്തിന്റെ അസ്ഥിരത ഇല്ലാതാക്കാനാണെങ്കിൽ, ഒരു പ്രദേശത്തിന്റെ ചലനം ഇല്ലായ്മ ചെയ്യാനാണെങ്കിൽ, ഇന്ന് നമ്മൾ അത്തരം ഈശ്വര പ്രതിഷ്ഠകളെ സമീപിക്കുന്നത്, ഈശ്വര സങ്കല്പത്തെ സമീപിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ചലനം ഇല്ലാതാക്കാനാണ്. അത് നമ്മുടെയൊക്കെ മനസ്സിന്റെ ചാഞ്ചല്യമാണ്, നമ്മുടെയൊക്കെ മനസ്സിന്റെ അസ്ഥിരതയാണ്. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക്, സങ്കടങ്ങളിൽ നിന്ന് സങ്കടങ്ങളിലേക്ക്, അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിലേക്ക് ഊയലാടിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ചാഞ്ചല്യത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട്
ശാന്തിയുടെ, സമാധാനത്തിന്റെ സ്ഥിരത കൈവരുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഈശ്വര സങ്കല്പങ്ങളെ നമ്മൾ പ്രാപിക്കുന്നത്. ആ ഈശ്വര സങ്കല്പങ്ങളുടെ മുന്നിൽ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും നിവേദിക്കുന്നത്, ആ ഈശ്വര സങ്കല്പത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഇത്തരം പുണ്യ അവസരങ്ങളിൽ പങ്കെടുക്കുന്നത്. ആ ഈശ്വര സങ്കല്പത്തെ സ്മരിച്ചുകൊണ്ട് ശുഗ ബ്രഹ്മർഷിയും പരീക്ഷിത്തും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയുടെയും അതിലൂടെ സംജാതമായ ഭാഗവത പുരാണത്തിന്റെ പുനർവായനയെയും നമുക്ക് ഒന്ന് നോക്കേണ്ടി വരും. ഭാഗവതം തുടങ്ങുന്നത് തന്നെ ഭക്തിയെക്കുറിച്ചുള്ള ഒരു ഉപന്യാസത്തിലൂടെയാണ്. കാ ഭക്തി വാസ്തവിജ്ഞാനം, വാസ്തവം കിം വിരാഗകം. ഭക്തി എന്താണ്? ഭക്തിയുടെ രണ്ട് മക്കളായ ജ്ഞാനവും വൈരാഗ്യവും. ഇതേ രണ്ട് ഘടകങ്ങളാണ് ഗരുഡന്റെ രണ്ട് ചിറകുകളായിട്ട് പിന്നീട് ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ജ്ഞാനവും വൈരാഗ്യവുമാണ് ഭക്തിയിൽ നിന്ന് ജനിക്കുന്നതെങ്കിൽ ഭക്തി നമുക്ക് തരുന്നത് അറിവാണ്. അറിവ് അനുഭവമാണ്. ആ അനുഭവങ്ങളുടെ തലത്തിലൂടെ അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് തള്ളിക്കളഞ്ഞ് വീണ്ടും അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ അനുഭവങ്ങളെ ഓരോന്നോരോന്നായി തുഴഞ്ഞ് വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മൾ വൈരാഗ്യത്തിലെത്തേണ്ടിയിരിക്കുന്നു. അതിലൂടെ ആസക്തിയിൽ നിന്ന് അനാസക്തിയിലേക്ക് കടന്നിരുന്ന് ബന്ധങ്ങളിൽ നിന്ന് മോചനങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന അവസാനത്തെ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുകയാണ്. അതിനാണ് ഭക്തി. ഈശ്വരൻ എന്ന് പറയുന്ന അവസാനത്തെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണമാണ്, ആ മോക്ഷത്തിലേക്കുള്ള പ്രയാണമാണ്, മോചനത്തിലേക്കുള്ള ലിബറേഷനിലേക്കുള്ള പ്രയാണമാണ് ഭക്തി നമുക്ക് നൽകുന്നത്. ആ ഭക്തിയുടെ വഴികളിൽ പാഥേയമായി നമുക്ക് കിട്ടുന്നതാണ് മഹാപുരാണങ്ങളും അതിലൂടെ നമ്മൾ ചവച്ചിറക്കുന്ന രുചിച്ചറിയുന്ന നമ്മുടെ കഥകളും. അങ്ങനെ അവസാനം നിർമ്മമതയിലേക്ക്, മമതയിൽ നിന്ന് മമതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരുപക്ഷെ പാലാഴി മഥനം ഒക്കെ ചെയ്തതുപോലെ പാലാഴി മഥനത്തിൽ വരുന്ന ഓരോ ഘടകങ്ങൾ, അത് കാളകൂടമായാലും ശ്രീവത്സമായാലും ലക്ഷ്മിദേവിയായാലും കുതിരയായാലും ഉച്ചൈശ്രവസ്സായാലും ഏതായാലും ഓരോന്നിനെ കണ്ട് അതിനെ മാറ്റി 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 മാറ്റിയിട്ടാണ് പാട തെക്കി കളയുന്നത് പോലെ അവസാനമാണ് അമൃത് എന്ന് പറയുന്ന അനശ്വരമായ അറിവിനെ നമ്മൾ കണ്ടെത്തുന്നത്. ആ അറിവിലേക്കാണ് ഭാഗവതം നമ്മളെ നയിക്കുന്നത്. ആ അറിവ് യഥാർത്ഥത്തിൽ നമ്മളെ ധന്യരാക്കുന്ന, ഈശ്വരന്മാരാക്കുന്ന അമൃതായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതാനുഭവങ്ങളെ മുഴുവൻ ചവച്ചറിഞ്ഞ്, ആ അനുഭവങ്ങളെ മുഴുവൻ രുചിച്ചറിഞ്ഞ്, ആ അനുഭവങ്ങളെ മുഴുവൻ തിരിച്ചറിഞ്ഞ്, ഇവയൊക്കെ വളരെ താൽക്കാലികങ്ങളും ചപലങ്ങളുമാണ്, കഴമ്പുള്ളതല്ല, ഒരു പരിധിവരെ തോന്നലുകളായി തള്ളി മാറ്റേണ്ടവയാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ പുരാണങ്ങൾ, പ്രത്യേകിച്ച് ഭാഗവതം നമ്മളെ സഹായിക്കുന്നു. പഴയ ഉത്താനപാദന്റെ കഥ പറഞ്ഞതുപോലെ നമ്മളൊക്കെ സുരുചിയിൽ നിൽക്കുന്നവരാണ്. സുനീതിയിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉത്താനപാദന്റെ രണ്ട് ഭാര്യമാരില്ല, സുരുചിയും സുനീതിയും. ഉത്താനപാദൻ എന്ന് പറയുന്ന അർത്ഥം തന്നെ എന്താ? ഒരു കാലിങ്ങനെ കാല് പൊക്കി വെച്ചവനാണ്. അപ്പൊ ഒരു കാല് നിലത്തുറച്ചിട്ടുള്ള, മറ്റേ കാലിങ്ങനെ പൊക്കി നിൽക്കുകയാണ് അദ്ദേഹം. ഈ വെച്ച കാല് നിർഭാഗ്യവശാൽ സുനീതിയിലായിരുന്നില്ല, സുരുചിയിലായിരുന്നു. സുനീതിയിലുള്ള കാല് പൊക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ താളം തെറ്റിയത്. ആ താളം തെറ്റിക്കഴിഞ്ഞപ്പോ ധ്രുവനൂലൂടെ ധർമ്മബോധം തിരിച്ചു കിട്ടിയപ്പോ അദ്ദേഹം പൊക്കിയ കാല് വെക്കുകയാണ് സുനീതിയിൽ, അല്ലെങ്കിൽ ധർമ്മത്തിൽ, നീതിയിൽ, നന്മയിൽ. ഒരു കാല് പൊക്കിയത് വെക്കണമെങ്കിൽ പിന്നിലത്തെ കാല് പൊക്കണം വേണ്ടേ? ഒരു കാല് പൊക്കി നിൽക്കുന്ന ആൾ ഈ കാല് അടുത്ത കളത്തിൽ വെക്കണമെങ്കിൽ പിറകിലെ കാലൊന്ന് പൊക്കണം, എന്നിട്ട് വേണം വെക്കാൻ. അപ്പൊ ആ കാലം എവിടുന്നാ പൊക്കുന്നത്? സുരുചിയിൽ നിന്ന്. അങ്ങനെ സുരുചിയിൽ നിന്ന് സുനീതിയിലേക്കുള്ള, തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള ഒരു പ്രയാണമായി ജീവിതത്തെ മാറ്റുകയാണ് നമ്മൾ. ആ ജീവിതത്തിൽ ഒരുപാട് ആകസ്മികതകൾ ഉണ്ടാകും. വിസ്മയം പോലെ കുരുക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം. നല്ല അനുഭവങ്ങള്, ധർമ്മബോധങ്ങള്. അതേസമയം അർബുദം പോലെ കുരുക്കുന്ന നിമിഷങ്ങളുണ്ടാവും നമുക്ക്, അധർമ്മബോധത്തിന്റെ നിമിഷങ്ങള്. ആ അധർമ്മത്തിന്റെ അല്ലെങ്കിൽ തെറ്റിന്റെ നിമിഷങ്ങൾ വരുമ്പോഴാണ് തെറ്റിനെ തെറ്റുകൊണ്ട് തന്നെ മൂടണമോ, തെറ്റിനെ ശരിയിലേക്കുള്ള ഒരു പ്രവേശികയായി മാറ്റണമോ എന്ന സംശയം വരുന്നത്. രണ്ട് റോഡുകളാണ് നമ്മുടെ മുന്നിൽ. വഴി പിളരുകയാണ്. തെറ്റിനെ തെറ്റുകൊണ്ട് മൂടാം, തെറ്റിനെ അല്ലെ ഒരു കള്ളം പറയാൻ വേണ്ടി, ഒരു കള്ളം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അടുത്ത കള്ളം പറയുക എന്ന് പറയുന്നത് പോലെ
തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകാനുള്ള വഴി എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയാണത്. പക്ഷേ തെറ്റിനെ ശരിയിലേക്കുള്ള ഒരു മാർഗമാക്കി മാറ്റാൻ വളരെ കുറച്ചു പേർക്കേ സാധിച്ചിട്ടുള്ളൂ. അതിന് ചങ്കുറപ്പ് വേണം, വിവേകം വേണം, നട്ടെല്ല് വേണം, സർവോപരി ധർമ്മബോധം വേണം. അങ്ങനെ ജീവിതത്തിൽ വല്ലപ്പോഴും നമുക്ക് വീണ് കിട്ടുന്ന ചില അനുഭവങ്ങളിലൂടെ തെളിയുന്ന ധർമ്മബോധത്തിന്റെ പാതയിലൂടെ ചെറിയൊരു തെറ്റിൽ നിന്ന് വലിയൊരു ശരിയിലേക്ക് നടന്ന് കയറിയവനാണ് പരീക്ഷിത്ത്. ജീവിതം മുഴുവൻ പരീക്ഷണങ്ങൾ അനുഭവിച്ചവൻ. സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ അഗ്നിയായിരുന്നു അദ്ദേഹത്തെ വധിക്കാൻ വന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് അവസാനം വിധിക്കപ്പെട്ടത് തക്ഷകന്റെ വിഷാഗ്നി ജ്വാലയായിരുന്നു. അങ്ങനെ ഭീഷണിയിൽ നിന്ന് ഭീഷണിയിലേക്ക്, പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക് ജീവിതത്തിന്റെ മുഴുവൻ നിയോഗവും പേറിയ പരീക്ഷിത്ത് പക്ഷേ അവസാനം ഒരു ചെറിയ തെറ്റിനെ ഒരു വലിയ ശരിയാക്കി മാറ്റുന്നതിൽ വിജയിക്കുകയും അതിന് അദ്ദേഹത്തെ സഹായിച്ച ശ്രീ ശുകബ്രഹ്മർഷിയെ കണ്ടെത്തി ധന്യനാവുകയും ചെയ്ത ആളാണ്. അതാണ് നമ്മൾ ഇടയ്ക്ക് പറയും ഉർവശി ശാപം ഉപകാരം എന്ന്. ആ ഒരു ശാപം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലേ, ശമീകന്റെ ആ ഒരു ശാപം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ പരീക്ഷത്തിന് മോക്ഷം കിട്ടുമായിരുന്നില്ല എന്ന് തോന്നുന്നു. ജീവിതത്തിൽ 3 അശ്വമേധം ചെയ്തയാളാണ് പരീക്ഷിത്ത്. ഓരോ അശ്വമേധയാഗം ചെയ്യുമ്പോഴും അവിടെ ഹവിസ് അർപ്പിച്ച അദ്ദേഹത്തിന്റെ ഹോമകുണ്ഡത്തിൽ നിന്ന് ഹവിസ് സ്വീകരിക്കാൻ വന്ന ദേവന്മാർ, ആ ദേവന്മാർ നമ്മളെ സംബന്ധിച്ച് അദൃശ്യരാണ്. പക്ഷെ ആ ദേവന്മാരെ മുഴുവൻ സ്വന്തം നഗ്ന നേത്രം കൊണ്ട് കണ്ടറിയാൻ അവിടെ കൂടിയ സാധാരണക്കാരായ നാട്ടുകാർക്ക് സാധിച്ചിരുന്നെങ്കിൽ ആ നാട്ടുകാർ പരീക്ഷത്തിന്റെ പ്രജകൾ എന്തുമാത്രം ഉയർന്നിരുന്നു. യഥാ രാജ തഥാ പ്രജ. അത്രയും ഉയരത്തിലുള്ള ജ്ഞാനശക്തിയും ധർമ്മബോധവും ഈശ്വര അനുഭവവുമുള്ള, ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ മാത്രം ജീവൻ കിട്ടിയ ആ പരീക്ഷിത്ത്, ധർമ്മബോധത്തിന്റെ മൂർത്തിമത് ഭാവമായ ആ പരീക്ഷിത്ത് അഭിമന്യുവിന്റെ മകനായി, ജനമേജയന്റെ അച്ഛനായി ഭാഗവതത്തിൽ ഉടനീളം നിറഞ്ഞു നിന്ന പരീക്ഷിത്ത്. കാരണം പരീക്ഷിത്തില്ലെങ്കിൽ ഭാഗവത പുരാണം ഇല്ല. ഈ പരീക്ഷത്തിന്റെ കഥയാണ്, പരീക്ഷിത്ത് ശുകബ്രഹ്മർഷിയുമായി നടത്തിയ കഥയാണ് യഥാർത്ഥത്തിൽ ഭാഗവതമായിട്ട് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഈ ഭാഗവത കഥയാണ് സൂതൻ മഹർഷിമാരോട് പറയുന്നത്. ഓർമ്മിക്കണം, സൂതനാണ് മഹർഷിമാരോട് പറയുന്നത്. അദ്ദേഹം സ്വയം പറയുന്നുണ്ട്, ഞാൻ വിലോമജാതനാണ്. താണജാതിയിൽപ്പെട്ട സൂതൻ അഭിമാനത്തോടെ പറയുകയാണ്, ശുകബ്രഹ്മർഷി അടക്കമുള്ള എത്രയോ വർഷജ്ഞാന പാരമ്പര്യത്തിന്റെ കുലപരമ്പരകളുടെ സാന്നിധ്യത്തിലിരുന്ന് അവരുടെ വാക്കുകൾ ശ്രവിച്ച് ആ സത്സംഗത്തിന്റെ എല്ലാ മധുരവും നുണഞ്ഞ് എന്റെ ജാതിയുടെ പതിത്വം ഇല്ലാതായി പോയി, എന്റെ ജാതിയിലെ താണ അവസ്ഥ ഇപ്പോൾ ഉയർന്ന അവസ്ഥയായി പോയി, അത് അംഗീകരിക്കുന്ന മഹർഷിമാര് സൂതനോടാണ് കഥ പറയാൻ പറയുന്നത്. എവിടെയായിരുന്നു പണ്ട് ഭാരതത്തിൽ ജാതി? സൂതനെ കഥ പറയാൻ അനുവദിക്കുന്ന, വ്യാസനെ മഹാഭാഗവതവും ഭാരതവും എഴുതാൻ സമ്മതിച്ച, അത് മുഴുവൻ വിശിഷ്ട ഗ്രന്ഥങ്ങളായി വായിച്ചിട്ടില്ലെങ്കിലും തലയ്ക്ക് വെക്കാനെങ്കിലും പഠിപ്പിച്ച ഭാരതീയ പാരമ്പര്യം. ഇവിടെയാണോ ജാതി ഉണ്ടായിരുന്നത്? ഇതിനെയാണോ ജാതിയുടെ ഭ്രാന്താലയമായി വിമർശിക്കേണ്ടത്? ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഭാഗവതം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ പരീക്ഷത്തിനെ ആദ്യത്തെ ഭാഗം കൂടി നോക്കണം. ശുകമഹർഷിയെ കാണുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ചില ചരിത്രങ്ങൾ. അദ്ദേഹം ആദ്യം ആ രാജ്യത്ത് ഉടനീളം ആയുധധാരിയായി യാത്ര ചെയ്യുമ്പോഴാണ് ധർമ്മദേവൻ 3 കാലും നഷ്ടപ്പെട്ട ഒറ്റക്കാലിൽ എങ്ങനെയോ ചാഞ്ഞു നിൽക്കുന്ന ഒരു കാളയെ പോലെ കാണപ്പെടുന്നത്. അതിന്റെ അടുത്ത് ഒരു പാവം പശു, ഭൂമിദേവി പശുവിന്റെ രൂപത്തില്. ഗോവ എന്ന വാക്കിന് ധർമ്മം എന്നാണ് അർത്ഥം, സംസ്കൃതത്തിലെ ഒരർത്ഥം. വൃഷം എന്ന വാക്കിനും ധർമ്മം എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് ധർമ്മദേവൻ വൃഷത്തിന്റെ രൂപത്തിലും ഭൂമി പശുവിന്റെ രൂപത്തിലും നമ്മൾ കാണുന്നത്. കുട്ടിയെ നഷ്ടപ്പെട്ട് കേഴുന്ന, അല്ലേ, അമ്മ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലാണ് ഏറ്റവും അധികം കേഴുന്നത്. ഇന്ന് നമ്മൾ അമ്മത്തൊട്ടിൽ കൊണ്ട് കുട്ടികളെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും പണ്ട് സങ്കടത്തിന്റെ മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത് പൈതലേ വേറിട്ടുപോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചിടരുതല്ലോ എന്ന് കൗസല്യെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ആ ഒരു അവസ്ഥയിലാണ് വിവർണയായി, മ്ലാനയായി, ദുഃഖിതയായിട്ടാണ് ഭൂമിദേവിയെ കാണുന്നത്. അവരെ അടിച്ചുകൊണ്ടിരിക്കുന്ന
രാജാവിന്റെ രൂപമുള്ള ഒരു ശൂദ്രൻ, അതായത് രാജാവാകാൻ അർഹതയില്ലാത്ത രാജാവിന്റെ കുപ്പായമിട്ട ഒരു മനുഷ്യൻ. അർഹതയില്ലാത്തവൻ ഭരണാധികാരിയാകുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടില് ഈ തലയിരിക്കുമ്പോ വാലാടുന്നത് പോലെയാണ് അദ്ദേഹം നടക്കുമ്പോ ഈ പശുവിനെയും ഈ കാളയെയും അടിച്ചമർത്തിക്കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് പരപീഡനത്തിന്റെ സുഖം ആസ്വദിച്ചുകൊണ്ട് ഒരു ശൂദ്ര രാജാവിനെ, അത് ജാതിയിൽ പറയരുത്, നമ്മളെ ജാതിയല്ല അത്, വിവരം കെട്ടവനും കൊള്ളരുതാത്തവനും അർഹതയില്ലാത്തവനും ഭരണാധികാരിയാവുന്ന ഒരവസ്ഥ ഇന്ന് മാത്രമല്ല അന്നും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അതിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂ. അങ്ങനെ ആ ധർമ്മദേവൻ ഒരൊറ്റ കാലേ ഉള്ളൂ. അപ്പൊ അവിടെ പോയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ ഭൂമിയുടെ വിലാപത്തിന്റെ കാരണം ധർമ്മദേവന്റെ കാരണം. അപ്പം മനസ്സിലാവുകയാണ് ധർമ്മദേവനാണെന്ന്. ഭൂമിയുടെ ദുഃഖങ്ങൾ മനസ്സിലാവുക. ഭൂമി പറയാണ്, ഇപ്പോൾ എന്റെ മേൽ ഭാരം വരാൻ പോകുന്നു, ധൂർത്തന്മാരായ രാജാക്കന്മാർ എന്നെ ചവിട്ടി മെതിക്കാനുള്ള സാധ്യത. വരും കാലത്തെ കുറിച്ചാണ് പറയണത്. കലികാലമാണ്. ഈ കലികാലത്ത് വരാനിരിക്കുന്ന നാളുകളിൽ എന്നെ അടിച്ച് അമർത്തി ഭരിക്കുന്ന നോവിക്കുന്ന ധൂർത്ത രാജാക്കന്മാർ വരും. ഈ ധൂർത്ത രാജാക്കന്മാര് എന്നെ കറന്നെടുത്തോ വെട്ടി പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലുന്നത് പോലെ ഭൂമിയെ തേജോവധം ചെയ്ത് നശിപ്പിക്കുന്നവർ വരാൻ പോവുകയാണ്. ഭൂമിയിലെ സ്ത്രീകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവാൻ പോകും. ഇതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പേപ്പർ നോക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഭാഗവതത്തിലെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പേപ്പറിൽ കാണുന്നത് ഒരു കണ്ണാടിയിൽ എന്നതുപോലെ ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധത്തിലാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകള്, അരക്ഷിതകളായ സ്ത്രീകള്, വിൽക്കപ്പെടുന്ന കുട്ടികള്, നശിപ്പിക്കപ്പെടുന്ന ബാല്യങ്ങള്, ഇതൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. സർക്കാർ തന്നെ ബീവറേജസ് കോർപ്പറേഷനിൽ മദ്യം വിൽക്കുന്നത് പോലെ മദ്യപാനത്തിന്റെ ധാരാളിത്തം ഉണ്ടാകും. അങ്ങനെ വളരെ മോശമായ ഒരു സാഹചര്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നേ ദുഃഖിതയായി നേരത്തെ നിർദ്ധകണ്ഠയായിട്ടിരിക്കുകയാണ് ഭൂമി. ആ ഭൂമിയെ സഹായിക്കാനാണ് അദ്ദേഹം രക്ഷകനായിട്ട് രാജാവ് എന്ന്. കാരണം ഭൂമിയെ രക്ഷിക്കുക ഒരു രാജാവിന്റെ ഉത്തരവാദിത്വവും അവകാശവുമാണ്. രാജാവിന്റെ 1-ാമത്തെ ഭാര്യ ധർമ്മപത്നിയായ രാജ്ഞിയല്ല, ഭൂമിയാണ്. കാളിദാസന്റെ ശാകുന്തളത്തിൽ പറയുന്നുണ്ട് ദുഷ്യന്തൻ ശകുന്തളയെ കുറിച്ച് തോഴിമാരോട് പറയാണ്, വിവാഹങ്ങൾ ഒരുപാട് ഭാര്യമാരുണ്ട്. അപ്പൊ പറയാണ്, പല പരിഗ്രഹമുണ്ടിവനെങ്കിലും, പരിഗ്രഹം വെച്ചാ ഭാര്യമാര്, പല പരിഗ്രഹമുണ്ടിവനെങ്കിലും കുലമതിൽ നിലനിൽപ്പിനു രണ്ടുതാൻ സലിലരാശികൾ ചുറ്റിടുമൂഴിയും. ആദ്യത്തേത് അതാണ്. സലിലരാശികൾ ചുറ്റിടുമൂഴിയും സലിലജേക്ഷണ നിങ്ങളുടെ തോഴി. രണ്ടാമതാണ് പ്രധാനപ്പെട്ട ഭാര്യയ്ക്കുള്ള സ്ഥാനം. ആദ്യത്തെ സ്ഥാനം ഭൂമിക്കാണ്. അവിടെയാണ് രക്ഷകനായി രാജാവ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാണിക്കുന്നത്. പക്ഷെ ധർമ്മദേവനോട് ചോദിക്കുക, ആരാണ് ഇതിന്? കലിയാണെന്ന് പറയുന്നില്ല. ധർമ്മദേവൻ വഴുക്കുകയാണ്. ധർമ്മദേവൻ പറയുന്നില്ല കലിയുടെ പേര്. ഓരോരുത്തർ ഓരോ കാരണങ്ങൾ പറയുന്നു ഈ ദുരന്തത്തിന്. പലതരത്തിൽ ചിന്തിക്കുന്നവർ പല കാരണങ്ങളെ കണ്ടെത്തുന്നു. അതൊക്കെ അവരുടെ പല ശരികളാണ്. ഞാൻ എന്ത് പറയാൻ? കാരണം അധർമ്മിയായ മഹാപാപിയായ ഒരുത്തന്റെ പേര് പറഞ്ഞാൽ പറയുന്നയാളുടെ മേല് പോലും ആ പാപം വന്നു ചേരും എന്ന പാപബോധമാണ് ധർമ്മദേവനെ കൊണ്ട് കലിയുടെ പേര് പറയിക്കാതിരിക്കുന്നത്. പക്ഷേ രാജാവിന് ബുദ്ധിയുണ്ട്. ഈ പറയുന്നയാള് ധർമ്മം പറയുന്നയാളാണ്, സത്യം പറയുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങൾ ധർമ്മദേവനാണ്. രാജാവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഒരു കാര്യം മാത്രമുള്ള ആ ധർമ്മദേവനോട് സഹതാപത്തോടെ രാജാവ് കലി നിവാരണത്തിനുള്ള, കലിയെ ഒഴിവാക്കാനുള്ള ഒരു പ്രതിജ്ഞ അവിടെ കൊടുക്കുകയാണ്. അപ്പൊ കലിയുടെ ധർമ്മദേവന്റെ സ്ഥിതി എന്താണ്? ധർമ്മദേവന് യഥാർത്ഥത്തിൽ 4 കാലുണ്ടായിരുന്നു. തപസ്, ശൗചം, ദയ, സത്യം. 4 കാലുകളാണ് പണ്ടുണ്ടായിരുന്നത്. ഓരോ യുഗത്തിലും മനുഷ്യനിങ്ങനെ പാപത്തിലേക്കോ അധർമ്മത്തിലേക്കോ കുറേശ്ശെ പെർസെന്റേജ് ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെ പാപത്തിന്റെ പെർസെന്റേജ്, അധർമ്മത്തിന്റെ പെർസെന്റേജ് കൂടുന്നിടത്തോളം ധർമ്മത്തിന്റെ കാലിങ്ങനെ ഓരോന്നായിട്ട് ഇല്ലാതെയാവാണ്. തപസ് പോയി, നേരത്തെ പോയി. ശൗചം ശുചീകരണമാണ്, ശുദ്ധീകരണം അതില്ല. കാരണം തപസ്സിന് പകരം ഇവിടെ തപസ് ആർക്കാണ്? ഏറ്റവും എളിമയുള്ള മഹർഷിമാർക്ക് അല്ലേ? ഗിരിഗഹുരങ്ങളിലിരുന്ന് തപസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും സ്വന്തം കാര്യം ചിന്താബാധ തോന്നിയിട്ടില്ല. അവരുടെ ജീവിതം മുഴുവൻ അവർ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഇവിടെ എങ്ങനെ പറയാൻ പാടില്ല, ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു സന്യാസിയെ കുറിച്ച് നമ്മൾ കേട്ടുമില്ലേ? എല്ലാവരും ലോകക്ഷേമം സ്വപ്നം കാണുമ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടത് ഭൂമിക്കടിയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കട്ടകളെയാണ്. ഇദ്ദേഹത്തിന്റെ സ്വപ്നം ഒറ്റ പ്രാവശ്യം വിളിച്ചു പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് കേന്ദ്ര ഗവൺമെന്റ് പിക്കാസും
മടാളും മഴുവും എടുത്ത് അവിടെ മുഴുവൻ വെട്ടിപ്പൊളിച്ചു. സ്വർണം കിട്ടിയില്ല. അങ്ങനെ സ്വപ്നം കാണുന്ന ചില ആൾക്കാര് എവിടെയൊക്കെയോ ഉണ്ട് ഇന്ന് ഭാരതഭൂമി. പക്ഷെ പഴയ ആൾക്കാർ അങ്ങനെയല്ല. തപസ് തല ചൂടായിട്ട്, തല പുകഞ്ഞാലോചിച്ച് ലോക നന്മ. ആ തപസ് അത് പോയി. ശൗചം ശുദ്ധീകരണാണ്. ശുദ്ധി വേണമെങ്കിൽ കളങ്കണ്ടാവരുത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കണത്? പലതരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന്, മമതകളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അർത്ഥകാമങ്ങളോടുള്ള നമ്മുടെ താല്പര്യം ഉണ്ടാക്കുന്ന സംഘാൽ സഞ്ചായത്തെ കാമ ഗീത പറയണം. പിന്നെയോ ഒരെണ്ണം ദയയായിരുന്നു. ദയ എന്നേക്കും പോയി. കാരണം ഇവിടെ മതമാണുള്ളത്, ദയയില്ല. പിന്നെ ഇനി ആകെ ഉള്ളത് എന്താണ്? സത്യം. ആ സത്യത്തിനെയാണ് ഇന്ന് കലി നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിനെ അടിച്ചോണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വില കുറവ് കൊടുക്കുന്ന ഒരു സാധനമാണല്ലേ സത്യം. ഏറ്റവും കൂടുതൽ കാണുന്ന പ്രസ്താവന പോലും അസത്യ പ്രസ്താവനകളാണ്. സത്യവാങ്മൂലം സർക്കാർ കോടതിയിൽ കൊടുത്താൽ അതുപോലും അസത്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സത്യം പറയാൻ പഠിപ്പിക്കുന്നുണ്ടോ? പണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ഇല്ലേ? നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. ഇതിന്ന് നമ്മൾ എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പേരക്കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്? ആ നന്മകൾ മുഴുവൻ നമുക്ക് പോയി. സത്യം പറയാൻ ശക്തി വേണമെന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഇന്ന് നമ്മുടെ 3.5 വയസ്സായ കുട്ടീനെ നഴ്സറി സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞയച്ചിട്ട് ജോണി യെസ് പപ്പ അതല്ലേ പഠിപ്പിക്കണേ? അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞിടാൻ ശക്തി ഉണ്ടാക്കണമെന്ന് ചൊല്ലി പഠിപ്പിക്കാതെ 3.5 വയസ്സായ കുട്ടിയെ നമ്മൾ അക്ഷരം പറയാറാവുമ്പോഴത്തേക്ക് അവിടെ പറ ജോണി യെസ് പപ്പ. ജോണീനെ വിളിക്കുകയാണ് അച്ഛൻ. കുട്ടി വിളി വെക്കുകയാണ്, ഈറ്റിംഗ് ഷുഗർ? നോ പപ്പ. പഞ്ചസാര തിന്നാണല്ലേ? കട്ട് തിന്നാണല്ലേ? അല്ലച്ചാ, അല്ലപ്പ. അപ്പോഴോ ടെല്ലിംഗ് ലൈസ്? ആ നുണ പറയാണല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി കുട്ടി കട്ട് തിന്നാണ്. നുണ പറയാണല്ലേ? ടെല്ലിംഗ് ലൈസ്? നോ പപ്പ. ഏയ് ഞാൻ നുണയേ പറയണില്ല. ഓപ്പൺ യുവർ മൗത്ത്. എന്നാ വായ തുറക്കും മോനെ. മോൻ വായ തുറന്നു, അപ്പൊ അതിൽ പഞ്ചസാര. അപ്പോഴോ ഹ. ഇനി അതിന്റെ മനഃശാസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. കള്ളത്തരത്തില് പഞ്ചസാര കട്ട് തിന്ന് അത് കട്ട് തിന്നില്ല എന്ന് രണ്ടാമത് നുണ പറഞ്ഞ് വായ തുറന്നപ്പോ അച്ഛൻ കുട്ടിയുടെ കള്ളം കണ്ടുപിടിച്ചപ്പോ ആ അച്ഛൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, കൈയടിച്ചിട്ട് ഹാ സന്തോഷത്തോട്. സ്വന്തം കൊച്ചുമകൻ 3.5 വയസ്സായ കുട്ടി കള്ളം പറഞ്ഞപ്പോ അതിനെ സന്തോഷത്തോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പഠിപ്പിച്ച നഴ്സറി വിദ്യാഭ്യാസത്തിന്റെ ഹരിശ്രീ കുറിക്കുമ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ പഠിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി ഭാവിയിൽ വളരുന്ന പൗരന്മാർക്ക് അവരിൽ നിന്ന് സത്യം പ്രതീക്ഷിക്കാൻ നമുക്ക് എത്ര ശതമാനം സാധ്യതയുണ്ട്? നിങ്ങളോട് തന്നെ ചോദിക്കൂ. ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനും പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിക്കണം, ഏത് ഭാഷയും പഠിക്കണം, ഏത് സാഹിത്യം പഠിക്കണം. സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാൽ പശു പുച്ച വിഷാനഹീന എന്നാണ്. അത് പഠിക്കണം. പക്ഷേ ഭാഷ പഠിക്കണം. പക്ഷേ ഈ നുണകൾ പഠിപ്പിക്കണോ? അവരേനെ തെറ്റ് ചെയ്യാൻ പഠിപ്പിക്കണോ? നമ്മള് കലി അന്ന് ധർമ്മദേവന്റെ അവസാനത്തെ കാലിൽ ആഞ്ഞടിച്ചപ്പോഴുണ്ടായ അതേ അടി ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. പിടയുന്ന നോവിന്റെ രൂപത്തില് അസത്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന, അധർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തില് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് നിലവിലുള്ളപ്പോൾ പണ്ടത്തെ ബ്രഹ്മചര്യം മുതല് ശുഖബ്രഹ്മർഷി പറഞ്ഞുകൊടുത്ത ശമധമങ്ങളെ കുറിച്ചുള്ള കഥകളടക്കം നമ്മളെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിലൊരു പരിധിവരെ തെറ്റുകാർ നമ്മൾ തന്നെയാണ്. നമ്മളോട് നമുക്ക് നേരെ വിരൽ ചൂണ്ടിപ്പറയേണ്ട ചില കാര്യങ്ങളാണ്. ഏതായാലും അതാണ് കലിയുടെ അവസ്ഥ. ഏതായാലും തപശൗചം ദയാ സത്യം ഇതി വധോ പ്രകീർത്തിത എന്നാണ്. അങ്ങനെ ആ അസത്യത്തിലേക്ക്, അവസാനമായി അസത്യത്തിലേക്ക് കൂടി കടക്കുന്ന നിലയിൽ ധർമ്മം പതിതമായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഏതായാലും അധർമ്മത്തിലൂടെ സംഘമതങ്ങളൊക്കെ കൂടി ചേർന്ന അവസ്ഥയില് ആ കലിയെ നിഗ്രഹിക്കാൻ തീരുമാനിച്ച് കലിയെ പിടിച്ച പരീക്ഷത്തിനോട് കലി പറഞ്ഞത്, എന്നെ കൊല്ലരുത്. എവിടെ പറഞ്ഞാൽ അവിടെ പോയിരുന്നോളാം. രാജാവ് പറഞ്ഞു ബ്രഹ്മാവർത്തത്തിൽ സരസ്വതി നദിയും ദൃഷദ്വതി നദിയുമിന്റെ ഇടയ്ക്കുള്ള ബ്രഹ്മാവർത്തം എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഞാൻ ഇരിക്കുന്നിടത്തോ എന്റെ ലോകത്തൊന്നും എന്നെ കണ്ടുപോകരുത്. പക്ഷേ പരീക്ഷത്തിന് ഒരു പറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അല്ലെ? ഒരു പറ്റ് ആർക്കും പറ്റും. പരീക്ഷിത്ത് ഒരൊറ്റ കാര്യം ആലോചിച്ചു. കലിക്ക് 99% ദോഷമുണ്ടെങ്കിലും 1% ഒരു ചെറിയ ഗുണമുണ്ട്. ആ ഗുണം കലി നിലവിലുള്ള സമയത്ത്
ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം അപ്പോഴേക്കപ്പോഴേ കിട്ടും. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലവും കിട്ടും, ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത ഫലവും കിട്ടും. അപ്പൊ ചെയ്ത കർമ്മത്തിന്റെ ഫലസിദ്ധി വളരെ പെട്ടെന്ന് ക്ഷിപ്രവേഗത്തിൽ കിട്ടും എന്ന ഒരു ചെറിയ ഗുണത്തിന് വേണ്ടി അദ്ദേഹം സമരസപ്പെടുകയാണ് ബാക്കി തെറ്റുകളോട്. അതൊരു ചെറിയ തെറ്റ് തന്നെയാണ്. കൂടുതൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലേക്ക് 1000 അപരാധി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നൊക്കെ പറയില്ലേ? അവിടെ കൊണ്ട് ഉണ്ടാവുന്ന അപകടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു നിരപരാധിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 അപരാധികളെ പുറത്തേക്ക് വിടണം. അതുകൊണ്ട് സമൂഹത്തിനുണ്ടാവുന്ന പൊല്ലാപ്പൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ കള്ളന്മാരും ഇപ്പൊ പുറത്താണ്, എന്തെങ്കിലും കുറച്ച് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ അകത്തുമാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ അപകടമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പരീക്ഷത്തിനെ വിമർശിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ കലിയുടെ തെറ്റുകളോട് ഒരു പരിധിവരെ അദ്ദേഹം സമരസപ്പെട്ടത് കലിയിൽ കണ്ട ഒരേ ഒരു ഗുണം അഭികാമ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അവസാനം കൊടുക്കുകയാണ് 4 കാര്യങ്ങള്. കലിയുടെ 4 ഗുണങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഇരുന്നോളം പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്, എല്ലാ വർഷവും പറയണതാണ് അല്ലേ. ചൂതുകളിയുള്ള സ്ഥലം, മദ്യപാനമുള്ള സ്ഥലം, സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, കാമത്തിന്റെ ലൈംഗികതയുടെ സ്ഥലങ്ങള്, അതുപോലെ പ്രാണിബന്ധം, ഹിംസ നടക്കുന്ന സ്ഥലങ്ങൾ. ഇത് 4ന്റെയും പ്രത്യേകതകൾ എന്താണ്? ചൂതുകളി ഉള്ളിടത്ത് അസത്യം, നുണയും ഉണ്ടാവുള്ളൂ. മാച്ച് ഫിക്സിങ് അല്ലേ? ഏത് ക്രിക്കറ്റ് ഇന്റർനാഷണൽ കളി കളിച്ചാലും അവിടെ മാച്ച് ഫിക്സിങ്, വാതുവെപ്പ് നമുക്കറിയാം. എല്ലാ സ്ഥലത്തും അസത്യ പ്രസ്താവനകളും അസത്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. കളികളുടെ ടീമിലെ ഒരു അംഗമാവണമെങ്കിൽ പോലും അർഹതയില്ലാത്തവൻ കാശു കൊടുത്ത് അർഹത നേടുന്ന തരത്തിലുള്ള അസത്യ പ്രസ്താവനകളും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മദ്യപാനമുള്ളിടത്തോ കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി ജാനോ, എള്ളോളം പള്ളേ ചെന്ന ഭൂലോകം തവിട് പൊടിയെന്നാണ്. അവിടെ ക്രോധം ഇല്ലാണ്ടിരിക്കുക. കലി തന്നെയാണ്, നമ്മൾ കലി തന്നെയാണ് ദേഷ്യത്തിന് പറയുക. പിന്നെ സ്ത്രീ സേവയുള്ളിടത്തോ അത് ആസക്തിയാണ്, അർത്ഥകാമങ്ങളോടുള്ള പ്രതിപത്തി. ഹിംസയുള്ളിടത്തോ സ്വാഭാവികമായിട്ടും ക്രോധം. അല്ലാതെ ദയ കാണിച്ചിട്ട് ഹാവൂ ഞാൻ നിന്നെ ഒന്ന് കൊല്ലട്ടെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ആരും കൊല്ലാറില്ല. അപ്പൊ ആ കൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊല്ലുക എന്ന ക്രൂരത തന്നെയാണ്. അപ്പൊ അവിടെ ക്രോധവും ദേഷ്യവും ഒക്കെ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളിടത്താണ് കലിയോട് ഇരിക്കാൻ പറയുന്നത്. അവസാനം ഈ 4 തികഞ്ഞ ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. 4 തികഞ്ഞ ഒരു ഇരിപ്പിടം, അതാണ് സ്വർണം. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? ഈ 4 ചേർന്ന് 4 മേല് കലി ഇരിക്കുന്നു എന്ന് അവകാശപ്പെടാവുന്ന സ്വർണത്തിന്റെ ഉറവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണം തേടി അന്വേഷിക്കുന്ന സന്യാസി ഭൂമി നിരത്താൻ പോണു. ഓരോ എയർപോർട്ടിലും ഓരോ ദിവസവും കിലോ കണക്കിന് സ്വർണം പിടിക്കുന്നു. എത്ര പിടിച്ചാലും പിന്നെയും സ്വർണം വരണു. ഏറ്റവും കൂടുതൽ സ്വർണ്ണ കടകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സ്വർണത്തിനോടുള്ള, മഞ്ഞ ലോഹത്തിനോടുള്ള ആഗ്രഹം കൂടുന്നു. അതിന്റെ അർത്ഥം സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടുന്നു. സമ്പത്ത് ആഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു. സ്വർണം എന്ന് പറയുന്നത് അല്ലെ എല്ലാ അപകടങ്ങളുടെയും പണം ആളെ കൊല്ലിയാണ് എന്ന് പറഞ്ഞ വാക്കനാരിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്റെ നാട്ടുകാരനാണ് പണം ആളെ കൊല്ലിയാണെന്ന് പറഞ്ഞ വാക്കനാര്. അതുപോലെയാണ് സ്ഥിതി. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കലിയും ധർമ്മദേവനും പരീക്ഷിത്തും കൂടിയുള്ള ഒരു ചെറിയ അഭിമുഖം നമ്മൾ അവിടെ കാണുന്നത്. അപ്പോ ശരിക്കൊരു ഇപ്പം സന്യാസിമാര് എങ്ങനെയായിരിക്കണം? ശരിക്കും സന്യാസിമാര് ആർദ്ര നക്ഷത്രം പോലെ ആയിരിക്കണം അല്ലേ? പുന്നപോലെ സന്യാസിനെ ഓർത്തിട്ടാണ് ഞാൻ പറയണത്. സന്യാസിമാർ ഞാൻ നിങ്ങളോട് അല്ല കേട്ടോ പറയണത്. തീക്കട്ട പോലെയാണ്. ആതിരത്താരം, തിരുവാതിര തിക്കട്ട പോലെ ജ്വലിക്കുന്ന താരാണ്. അതിന്റെ പേര് ആർദ്ര എന്നാണ്. ആർദ്ര നനവാണ്. തീക്കട്ട പോലെ ജ്വലിക്കുകയാണ്. തല പുകഞ്ഞ് ആലോചിച്ചിട്ട് ബുദ്ധി ജ്വലിക്കുകയാണ്, കാഴ്ച ജ്വലിക്കുകയാണ്. കാഴ്ചയിൽ സത്യത്തിന്റെ ജ്വാല കാണുകയാണ്. അതേസമയം ആ താരം ആർദ്രമാണ്, നനവുള്ളതാണ്, സ്നേഹത്തിന്റെ ഒരു സരണി ഒഴുകുന്നതാണ്. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. ശുഖബ്രഹ്മർഷിയുടെ രൂപത്തിലായാലും വ്യാസമഹർഷിയുടെ രൂപത്തിലായാലും മറ്റു മഹർഷിമാരുടെ പരമ്പരകളിലും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ആ സ്വഭാവം എന്ന് പറയുന്നത് അതാണ്. ആർദ്ര നക്ഷത്രത്തെ പോലെ തീക്കട്ട പോലെ ജ്വലിക്കുന്ന ചിന്തയും ആർദ്രത നിറഞ്ഞ സ്നേഹത്തിന്റെ ഉറവകളും സമൂഹത്തിന് കൊടുക്കുന്നവര്. അവരുടെ മുന്നിൽ ഞാൻ ഒരിക്കൽ കൂടി നമസ്കരിക്കുകയാണ്. ഇനി ഇത്രയൊക്കെ മിടുക്കനായിട്ടുള്ള പരീക്ഷിത്ത്. ഈ മിടുക്കനായിട്ടുള്ള പരീക്ഷിത്ത് കലിയെ പറഞ്ഞു വിടുന്നതിന് പകരം ഇരിപ്പിടം കൊടുക്കുകയാണ് ചെയ്തത്.
അപ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? ശ്രീ പോയിട്ട് അശ്രീകരം വീണ്ടും വരാനുള്ള സാധ്യത. ഭൂമിദേവിയുടെ സങ്കടം തന്നെ അതായിരുന്നു. 39 ഗുണഗണങ്ങളും തിരഞ്ഞ ശ്രീകൃഷ്ണൻ പോയത് കൊണ്ടാണ്, ശ്രീനിവാസൻ പോയത് കൊണ്ടാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോഴും നമ്മൾ ശ്രീ പോയി കഴിഞ്ഞാൽ അശ്രീകരം എന്നാ പറയുക അല്ലേ? ശ്രീ ഇല്ലാത്ത അവസ്ഥ എന്താ? അശ്രീകരം. അപ്പോ ആ ഒരു അശ്രീകരം കലി ഉണ്ടെങ്കിൽ സാധ്യതയുണ്ടെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. കലി മുഴുവൻ പോയിട്ടില്ല, ഇനി ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കലി വീണ്ടും വരും. അങ്ങനെ ആ ശ്രീകൃഷ്ണന്റെ പിൻവാങ്ങലിനെ സ്മരിച്ചുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീ പോയി കഴിഞ്ഞിരുന്നു ലോകത്തുനിന്ന്. ലോകം എന്താണ്? നമ്മുടെയൊക്കെ മനസ്സാണ്. നമ്മുടെയൊക്കെ മനസ്സാകുന്ന ലോകത്ത് നിന്നാണ് ശ്രീ പോകുന്നത്, ശ്രീകൃഷ്ണൻ പോകുന്നത്, ശ്രീനിവാസൻ പോകുന്നത്. ലോകം എന്ന് പറയുന്നത് മനസ്സ് ചെല്ലുന്നിടമാണ്. നമ്മുടെ ലോകം മനസ്സ് ചെല്ലുന്നിടമാണ്. ഗണപതിയെ സംബന്ധിച്ച് ലോകം എന്ന് പറയുന്നത് അച്ഛനും അമ്മയായിരുന്നു. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയും വലം വെച്ച് ഒരു പഴം സ്വീകരിച്ചത് അദ്ദേഹം. അമ്മയച്ഛന്മാരിൽ നിന്ന് പ്രസാദമായി ആ പഴം സ്വീകരിക്കുന്ന അച്ഛനെയും അമ്മേനെയും വലം വെക്കുക ചെയ്തത്. അത് ലോകത്തിനെ അച്ഛനെയും അമ്മയായി ചുരുക്കുകയല്ല ചെയ്തത്. അച്ഛനെയും അമ്മയും ലോകത്തിന്റെ വികാസത്തിലേക്ക് ലോകമായി വലുതാക്കിക്കൊണ്ട് അച്ഛനെയും അമ്മയും ലോകമാക്കി മാറ്റിയ ഗണപതിയാണ്. അപ്പൊ നമ്മളുടെ മനസ്സ് എവിടെ ചെല്ലുന്നോ അവിടമാണ് ലോകം. ആ ലോകത്ത് നിന്ന് ശ്രീ പോയിരുന്നു. ആ ശ്രീയെ തിരിച്ചു പിടിക്കാനാണ് കലിയെ താൽക്കാലികമായിട്ട് ഒരു കെട്ടി ഇട്ടതുപോലെ അദ്ദേഹം അവിടെ പറഞ്ഞയച്ചെങ്കിലും പറഞ്ഞയക്കാത്തതുപോലെ ഒരു സ്ഥാനം കൊടുത്തു വിട്ടത്. ഈ പരീക്ഷിത്താണ് പിന്നീട് ആകസ്മികമായി ഒരു തെറ്റിലേക്ക് നയിക്കപ്പെടുന്നത്. കലിക്ക് കൊടുത്ത ഇളവ്. ആസ്ട്രേലിയക്കാരൊരു ആയുധമുണ്ട്, ഒരു അമ്പ്. അത് അങ്ങോട്ട് പോയാൽ ലക്ഷ്യം കണ്ടിട്ട് ഇങ്ങടനെ തിരിച്ചു വരും. ബൂമറാങ് എന്ന് പറയും. അങ്ങനെ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ എന്ന് പറയുന്നത് ബൂമറാങ് ചെയ്യാണ്, അദ്ദേഹത്തിന് തിരിച്ചടിക്കുകയാണ്. ആ കലി അദ്ദേഹത്തിനെ ബാധിക്കുകയാണ്. നായാട്ട് ഹിംസയാണ്. നായാട്ടിന് പോയി വിശപ്പ് ദാഹം തുടങ്ങി ക്ഷീണബാധിതനായ അദ്ദേഹം ശമീകൻ എന്ന് പറയുന്ന മഹർഷിയുടെ പർണശാലയില് ദാഹിച്ച വെള്ളം ചോദിച്ചു ചെന്നപ്പോ തപസ്സിലിരിക്കുന്ന ഇദ്ദേഹം എല്ലാ ലൗകിക ബന്ധങ്ങളിൽ നിന്നും താൽക്കാലികമായി ഈശ്വര ശാദ്വലങ്ങളിലേക്ക് താൽക്കാലികമായി കയറി ധ്യാനാവസ്ഥയിലിരിക്കുന്ന ശമീകൻ എന്ന് പറയുന്ന മഹർഷി. ആ മഹർഷി അറിയുന്നില്ല ഇദ്ദേഹം വന്നത്. കാരണം അദ്ദേഹം ഒരു അസാധാരണനായ മഹർഷിയാണ്. ദേഷ്യം വന്ന ഈ പരീക്ഷിത്ത് തന്റെ ദേഷ്യം കാണിച്ചത് ശവതുല്യമായ ചിന്തയോടെ, നികൃഷ്ടമായ ചിന്തയോടെ ചത്ത പാമ്പിനെ ഈ മഹർഷിയുടെ കഴുത്തിലെടുത്തിട്ടിട്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ്. നമുക്ക് ആലോചിക്കാൻ, അതാണ് ഞാൻ പറഞ്ഞ, അർബുദം പോലെ കുരുക്കുന്ന നിമിഷം ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകും. ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത, ധർമ്മബോധത്തിന്റെ പ്രതീകമായ പരീക്ഷത്തിന്റെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത, ഒരു പേക്കിനാവായി പോലും കടന്നു വരാത്ത ഒരു സന്ദർഭമായിരുന്നു. സന്ദർഭങ്ങളാണ് നമ്മുടെ നല്ലതിലേക്കും ചീത്തയിലേക്കും നയിക്കുന്നത്. യാന്ത്രികമായി ആകസ്മികമായി നമ്മളുടെ മുന്നിലെത്തുന്ന സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളുടെയൊക്കെ മുന്നിലെ ഇരകളാണ് നമ്മൾ. അങ്ങനെയാണ് വളരെ വളരെ താൽക്കാലികമായി ഒരു നിമിഷത്തെ 2 നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യില്ലായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തെ ചിന്തയ്ക്ക് പോലും അവസരം കൊടുക്കാത്ത പ്രവൃത്തി മുന്നിലും ചിന്ത പിറകിലുമായിട്ട് മാറുകയാണ്. അവിടെ വികാരം മുന്നിലും വിചാരം പിന്നിലുമായിട്ട് മാറുന്നു. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട്, തപസ് ചെയ്തുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വര തുല്യനായ മഹർഷിയെ ഒരു നിമിഷത്തേക്കെങ്കിലും ഏറ്റവും ഹീനമായ രീതിയിൽ നിന്ദിക്കാൻ തോന്നിയ അദ്ദേഹത്തിന്റെ മനസ്സിനെ നമുക്ക് അദ്ദേഹത്തിന്റെ യോഗം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഭവിതവ്യാനം ഭവന്തി ദ്വാരാണി സർവത്ര. വരാൻ വെച്ചത് വഴിയിൽ തങ്ങില്ല. അത് മാത്രമേ ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനെ തോന്നുവോ? ഒരു രാജാവിന് ഒരു മഹർഷിയോട് അങ്ങനെ ചെയ്യാൻ തോന്നുവോ? ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ജന്മം കിട്ടി ഭൂമിയിൽ വന്ന പരീക്ഷത്തിന് ഒരിക്കലും തോന്നാനിടയില്ലാത്ത ഒരു ചെറിയ കൈത്തെറ്റ്, ഒരു ചെറിയ കൈക്കുറ്റപ്പാട്. പക്ഷെ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വിലയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മഹർഷിയുടെ മകൻ തന്റെ സുഹൃത്തുക്കൾ ഈ പരിഹസിക്കുന്ന തന്റെ അച്ഛന്റെ ചിത്രം കേട്ടറിഞ്ഞ് ഈ രാജാവിനെ ശപിക്കുകയാണ്. 7 ദിവസം കൊണ്ട് തക്ഷകൻ കടിച്ച് ആ വിഷജ്വാലയിൽ അങ്ങ് ഹതനായി പോകട്ടെ. കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുട്ടിയുടെ സങ്കടമാണ്. പക്ഷേ ആ കുട്ടി ശൃംഗി എന്ന് പറയില്ലേ, ശൃംഗി എന്ന് പറഞ്ഞാൽ കൊമ്പുള്ളവൻ എന്നാണ് അർത്ഥം. ഇവൻ ഇത്തിരി കൊമ്പുണ്ടായിരുന്നു ഈ ചെക്കന്, മകനെ. കാരണം മഹർഷിയുടെ മകനാണെങ്കിൽ ഇവൻ മഹർഷിക്കുട്ടി ആയിട്ടില്ല. ഒരിത്തിരി ചിന്ത കുറഞ്ഞത് കൊണ്ടുണ്ടായ ഒരു കൊമ്പാണ് ഈ ശൃംഗി എന്ന പേരിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചെടുക്കുന്നത്. ആ ശൃംഗി തിരിച്ചു വന്നപ്പോ വളരെ ശാന്തനായി
അച്ഛന്റെ മുന്നിൽ നിന്ന് കരഞ്ഞപ്പോ അച്ഛൻ കണ്ണു തുറന്നു, കഴുത്തിൽ ഇതെന്താ ഈ പാമ്പ്, പോട്ടെ അതങ്ങോട്ട് അദ്ദേഹത്തിന്റെ നിർമ്മമതയാണത്. അദ്ദേഹത്തിന് ചത്ത പാമ്പും ജീവിച്ച പാമ്പും എല്ലാ ജീവജാലങ്ങളും തുല്യമാണ്. കാരണം അദ്ദേഹം ഈശ്വര തുല്യമായ ഒരു അവസ്ഥയിലാണ്. അവിടെ തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും ഒക്കെ ജീവനുള്ളത് കൊണ്ട് ഈ ചത്ത സാധനത്തിന് യാതൊരു ഇതൊരു സാധനം അതങ്ങോട്ട് കളയുന്നു. പക്ഷേ മകൻ ദുഃഖം സഹിക്കവയ്യാതെ താൻ ചെയ്ത കാര്യങ്ങളും കേട്ട കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളും അച്ഛന്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ ആ അച്ഛൻ മകനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്ത, മോനെ നീ നല്ലൊരു ജോണിയാണ് എന്ന് പറഞ്ഞില്ല. ഹ എന്നും പറഞ്ഞില്ല. നീ ചെയ്ത് തെറ്റാണ്, നിനക്ക് എന്ത് പറ്റി മോനെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പാകപ്പെടാത്ത മനസ്സിന്റെ തിളയ്ക്കുന്ന ഇരമ്പലായി രാജാവിനേക്കാൾ വലിയ അവിവേകം പ്രവർത്തിച്ചവനായി ഈ ശൃംഗി മാറുകയാണ്. ശാന്തതയുടെ ഉടപ്പിറന്നവനായ ശമീകന് തന്റെ മകന്റെ കൊമ്പുള്ള പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് വിനയത്തിന്റെ ഭാഷയല്ല, അത് ലാളിത്യത്തിന്റെ ഭാഷയല്ല, അത് തപസ്വിയുടെ ഭാഷയല്ല, അതൊരു മുനികുമാരന്റെ ഭാഷയല്ല, അതൊരു ബ്രാഹ്മണന്റെ ഭാഷയല്ല. സ്വയം ബ്രാഹ്മണൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ശമീകൻ പറയുന്നത്, ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ലോകത്തെ തിരിച്ചറിയുന്നവനാണ്. ആ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥതലത്തിലേക്ക് എത്താൻ കഴിയാത്ത ശൃംഗിയോട് അദ്ദേഹം പറയുന്നത് ഈ എടുത്തുചാട്ടം വേണ്ടായിരുന്നു. ശൃംഗി തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, ബ്രാഹ്മണരെക്കാൾ താഴെ തട്ടിലാണ് ക്ഷത്രിയര്. ബ്രാഹ്മണരുടെ കാവൽ നായ്ക്കളെ പോലെ ദ്വാരപാലകരായിട്ടുള്ളവരാണ് ക്ഷത്രിയര്. അങ്ങനെ ദ്വാരപാലകരായ അല്ലെങ്കിൽ ഒരു കാവൽ നായ യജമാനന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് തിന്നാമോ നക്കി തിന്നാമോ എന്ന തരത്തിലുള്ള ചോദ്യമാണ് ശൃംഗി തന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്. ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ, ബ്രാഹ്മണൻ ഉയർന്നവനാണ്, അവനെ സേവിക്കാനുള്ളവനാണ് ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു ഭാവം വർണ്ണ സമ്പ്രദായത്തിന്റെ യഥാർത്ഥമായ തിരിച്ചറിവില്ലായ്മയാണ് അവിടെ കാണുന്നത്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ ഒരേ തരത്തിലാണ് എന്ന് തിരിച്ചറിയാതെ ബ്രാഹ്മണൻ മുന്തിയവനും ക്ഷത്രിയൻ താണവനുമാണ്, ക്ഷത്രിയൻ ബ്രാഹ്മണന് പരിചാരക വൃത്തി ചെയ്യാനുള്ളവനാണ് എന്ന ഒരു ധ്വനി യഥാർത്ഥത്തിൽ ശൃംഗിയുടെ മനസ്സിലുണ്ടായിരുന്നു. അവിടെയാണ് ഇദ്ദേഹം പറയുന്നത്, ബ്രാഹ്മണൻ ശപിക്കാനുള്ളവനല്ല, പ്രതികാരം ചെയ്യാനുള്ളവനല്ല. ഒരിക്കലും ബ്രാഹ്മണന്റെ കുലസ്വഭാവം പ്രതികാരമല്ല. മാത്രവുമല്ല, രാജാവ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ ക്ഷത്രിയനുമല്ല. രാജാവ് ഈശ്വര തുല്യനാണ്, നരദേവനാണ്, വിഷ്ണു സമനാണ്. വിഷ്ണു തുല്യനായ രാജാവിനെ ഒരു സാധാരണക്കാരനോട് ഉപമിക്കുന്നതേ തെറ്റാണ്. തീർന്നില്ല, രാജാവ് രക്ഷകനാണ്, ഊഴിയുടെ രക്ഷകനാണ്. ആ രക്ഷകൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഭരണാധികാരി ഇല്ലാത്ത ഒരു രാജ്യം അവിടെ ഉണ്ടാകും. അവിടെ സംഭവിക്കുന്നത് അരാജകത്വമാണ്, രാജാവില്ലാത്ത അവസ്ഥ. അവിടെ കളവ്, അഴിമതി തുടങ്ങിയ എല്ലാ ദുരിതങ്ങളും നടമാടും. അവിടുത്തെ പാവം സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സ്ത്രീ പീഡനത്തിന്റെ എല്ലാ വശങ്ങളും അവിടെ ആവിഷ്കരിക്കപ്പെടും. കുട്ടികൾക്ക് സുഖം ഉണ്ടാവില്ല, കുട്ടികളെ വിൽക്കുന്ന അമ്മമാരുണ്ടാകും. എല്ലാ തരത്തിലുമുള്ള ദുരന്തം മുൻകൂട്ടി കണ്ടുകൊണ്ട് നാഥനില്ലാത്ത ഒരു കളരിയായി ഈ രാഷ്ട്രത്തെ മാറ്റുന്ന തരത്തിൽ നീ ചെയ്ത മഹാപാപമാണ് നിന്റെ ശാപം എന്ന് സ്വന്തം അച്ഛൻ മകനോട് പറയുകയാണ്. തീർന്നില്ല, അദ്ദേഹം പറയാണ്, സമൂഹത്തെ നാഥനില്ലാത്തവനാക്കി, സമൂഹത്തിന് പാപത്തിന്റെ ഒരു ഭൂമിക, പാപത്തിന്റെ ഒരു ഭാവി നൽകിക്കൊണ്ട് നീ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും കോപത്തിന് പാത്രീഭൂതനാണ്. അവരുടെ ശാപം നമ്മുടെ മേലുണ്ട്, നമ്മൾ പാപികളാണ്. സ്വന്തം മകൻ പാപം ചെയ്തതുകൊണ്ട് അദ്ദേഹം വളരെ പരിക്ഷീണനായി ദീനനായ ഈശ്വരനോടാണ് മാപ്പ് അപേക്ഷിക്കുന്നത്, രാജാവിനോടല്ല മാപ്പ് ചോദിക്കേണ്ടത്. കാരണം ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ്. അറിയുന്നവൻ എന്ന നിലയിൽ അവൻ ഉയരെയാണ്, കാരണം അവൻ ഗുരുനാഥനാണ്. ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ്, അറിവ് ആചാര്യനാക്കുന്നു, ആചാര്യൻ ഗുരുനാഥനാക്കുന്നു. ദക്ഷിണാമൂർത്തി എന്നൊക്കെ നമ്മൾ പറയുന്നേ, ആചാര്യൻ ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ ഒരിക്കലും ഒരു സ്റ്റുഡന്റിന്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. രാജാവിന്റെ കാര്യങ്ങളിൽ
അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്നയാളാണ് മഹർഷിമാരെ. ശ്രീരാമന് രഘുവംശത്തിനൊക്കെ ഉപദേശം കൊടുക്കുന്ന വസിഷ്ഠ മഹർഷിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാജാവിനോടല്ല അദ്ദേഹം കാല് പിടിക്കുന്നത്, മാപ്പപേക്ഷിക്കുന്നത്. ഈശ്വരനാണ് ഭഗവാനെ തെറ്റുപൊറുക്കണേ. ഇനി ഇത് രാജാവിന്റെ സ്ഥിതി എന്തായിരുന്നു? ഈ രാജാവിന് അശ്വമേധങ്ങളൊക്കെ നടത്തിയ രാജാവിന് വേണമെങ്കിൽ തിരിച്ച് ശപിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം തൻ്റെ തെറ്റ് മനസ്സിലാക്കി. ഒരരുതാത്ത നിമിഷത്തിൽ മനസ്സിന്റെ ഏതോ ഒരു താളപ്പിഴയിലൂടെ താൻ ചെയ്ത തെറ്റിന് തന്റെ ജീവൻ കൊണ്ട് വില കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പരാശ്ചാത്താപ വിവശനായി പ്രായശ്ചിത്തത്തിന്റെ ഉപാധി അന്വേഷിച്ച് ദീനദീനനായി കരയുന്ന പരീക്ഷിത്തിനെയാണ് ഈ ശൃംഗിയുടെ ശാപം ഒരു ദൂതൻ വശം മഹർഷി അറിയിക്കുന്നത്. അതറിഞ്ഞ അദ്ദേഹം അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ പാപത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയാണ് സ്വന്തം വീട് വിട്ട് ഗംഗാതീരത്ത് പോയി ഈശ്വര ചിന്തയിലൂടെ പ്രായോപവേശം എന്ന മഹാവ്രതം അനുഷ്ഠിച്ച് തൻ്റെ അവശേഷിക്കുന്ന ജീവിത സമയത്തെ മുഴുവൻ ഈശ്വരാർപ്പണത്തിനായി, ഈശ്വരാർച്ചനയ്ക്കായി, ഈശ്വരനാമ ജപത്തിനായി വിനിയോഗിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. 7 ദിവസങ്ങളെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ. ആ സമയത്താണ് അദ്ദേഹം 7 ദിവസം എന്ന് വെച്ചാൽ എത്രയാ? 168 മണിക്കൂർ അല്ലെ? 168 മണിക്കൂറുണ്ട്. 1080 മിനിറ്റും ഉണ്ട്. അപ്പൊ സമയം കുറവൊന്നുമല്ല, ധാരാളം സമയമുണ്ട്. 1080 മിനിറ്റ് തൻ്റെ കയ്യിലുണ്ട്. അവിടെ ഗംഗാതീരത്ത് പോയിട്ട് അദ്ദേഹം പ്രായോപവേശത്തിനാണ് ശ്രമിക്കുന്നത്. ഈ സമയത്താണ് ശുകബ്രഹ്മർഷി അവിടെ എത്തുന്നത്. ആരാണ് ശുകബ്രഹ്മർഷി? യം പ്രവ്രജന്തമനുപേതമപേതപുത്രം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. തന്നെ വിട്ടു പോകുന്ന തൻ്റെ നൈഷ്ഠിക ബ്രഹ്മചാരിയായി എല്ലാം വിട്ടെറിഞ്ഞ അവധൂത സന്യാസി മാറിയ ആ അഡോളസന്റ് പയ്യനാണ്, 16 വയസ്സ്. ആ മകനെ ഇപ്പോഴും ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞിട്ടും ലൗകികതയുടെ ബന്ധങ്ങൾ വിട്ടുമാറാത്ത വ്യാസ മഹർഷിയാണ് മോനെ എന്ന് വിളിക്കുന്നത്. ആ മോനെ എന്ന് വിളിച്ചപ്പോ ആ മോനെ മോനായി കണ്ട, ആ മകനെ മകനായി കണ്ട എല്ലാ ജീവജാലങ്ങളും സമസ്ത വൃക്ഷലതാദികളും വിളിക്കുകയാണ് പുത്ര. എല്ലാവരുടെയും ഹൃദയാന്തര്യാമിയായി മാറിയ, ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിസ്ഫുരണമായി മാറിയ ആ ശുകബ്രഹ്മർഷി ഒരു സ്ഥലത്തും ആവശ്യത്തിൽ കൂടുതൽ സമയം നിൽക്കാതെ നിന്നാല് ലൗകികത വരും, അറ്റാച്ച്മെന്റ്, ആസക്തി വരും, മമത വരും, താല്പര്യം വരും, രാഗം വരും. നിൽക്കുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഓരോ സ്ഥലത്തും ഗോദോഹന മാത്രം സമയമാണ് നിൽക്കുന്നത്. ഗോദോഹന മാത്ര സമയം. ഗോദോഹനം എന്ന് വെച്ചാൽ പശുവിനെ കറക്കുക. പശുവിനെ കറക്കുന്ന സമയം മാത്രമാണ് അദ്ദേഹം ഓരോ സ്ഥലത്തും നിൽക്കുന്നത്. ഈ പശുവിനെ കറക്കാൻ നമുക്ക് ധാരാളം സമയം വേണം. കാരണം 200 കറന്നുണ്ടാക്കണം. പണ്ട് അങ്ങനെയല്ല, ആവശ്യത്തിനുള്ള പാല് മാത്രം കറന്നെടുത്ത് ബാക്കി പാല് മുഴുവൻ കുട്ടികൾക്ക് വിടുകയാണ്. സങ്കരവർഗ്ഗങ്ങളല്ല, നല്ല നാടൻ പശുക്കളാണ് പണ്ടുണ്ടായിരുന്ന, കാമധേനുക്കള്. വിഷം തിന്ന് വിഷപ്പാല് തരുന്ന മൃഗങ്ങളായിരുന്നില്ല ആ പശുക്കള്. അങ്ങനെ ഒരു ആവശ്യത്തിന് മാത്രം പാല് കറന്നെടുക്കുന്നത് എത്ര സമയമാണോ അത്രയും സമയം, അത്രയും ചെറിയ ഒരു ഇടവേള മാത്രം ഒരു പ്രത്യേക സ്ഥലത്ത് തങ്ങി നിൽക്കുന്ന, അഥവാ മറ്റൊരു സ്ഥലത്തും തന്നെ അധിക നേരം തങ്ങി നിൽക്കാത്ത ശുകബ്രഹ്മർഷി. അതാണ് അദ്ദേഹമാണ് വരുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയണത്? തം 8 വർഷം സുകുമാരവാദകരോരു ബാഹു ഹംസകപോല ഗാത്രം ചാർവായതാക്ഷോന്ന സതുല്യകർണസ്വഭ്രാനനം കമ്പു സുജാതകണ്ഠ. വളരെ മനോഹരമായിട്ട് 3-4 ശ്ലോകം, ഞാൻ ശ്ലോകത്തിലേക്ക് കടക്കണില്ല, 3-4 ശ്ലോകം കൊണ്ടാണ് ഈ ശുകബ്രഹ്മർഷിനെ വ്യാസൻ വർണ്ണിക്കുന്നത്. വ്യാസമഹർഷിയെ കുറിച്ച് ഭാഗവതത്തിലൊന്നും വലിയ കാൽപ്പനിക കവിതയൊന്നും ഇല്ല എന്ന് പണ്ടുള്ളവർ കുറേ പേരുടെ ആരോപണം. കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കാര്യമാത്ര പ്രസക്താണ്. കഥ പറഞ്ഞിട്ടുണ്ട്, വേദാന്തം പറഞ്ഞിട്ടുണ്ട്, സ്തുതി പറഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ ആ കാൽപ്പനിക, എന്തിപ്പോൾ കാളിദാസനൊക്കെ എഴുതിയ സംസ്കൃതം അതിർത്ത് ഒരു കാൽപ്പനിക ഭംഗിയൊന്നുമില്ല എന്നാണ് പറയണത്. പക്ഷേ
ഈ ശ്ലോകങ്ങൾ വായിച്ചാൽ അറിയാം, കവിത, മധുരമായ കവിത, മനോഹരമായ പദാവലികളിലൂടെ, നമ്മളില്ലേ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്രൂപം എന്നൊക്കെ പറയണ മാതിരത്തെ മനോഹരമായ വരികളിലൂടെ, സ്വന്തം മകനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആ മനോഹരമായ വരികളിലൂടെയാണ് നമ്മള് ഈ ശുഗബ്രഹ്മർഷിനെ ഇവിടെ അവതരിപ്പിച്ചതായിട്ട് കാണുന്നത്. അങ്ങനെ അദ്ദേഹം രാജാവിനെ രക്ഷിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. ഖട്വാങ്കൻ എന്ന് പറയുന്ന പഴയൊരു രാജർഷിയുടെ കഥ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ രാജർഷി ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയണ അവസാനം ഇനി ഒരു മുഹൂർത്ത സമയം മാത്രമേ എനിക്ക് ജീവൻ ബാക്കിയുള്ളൂ. ആ ഒരു മുഹൂർത്ത സമയം ഈശ്വരാർപ്പണത്തിന് ഉപയോഗിക്കാൻ നേരെ താഴെ ഭൂമിയിലേക്ക് വന്ന അദ്ദേഹം ഈശ്വരനിൽ സ്വയം സമർപ്പിച്ച് മോക്ഷം നേടുകയാണ്. ഒരു മുഹൂർത്തം മാത്രം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ഒരു ഖട്വാങ്കന് മോക്ഷം കിട്ടിയെങ്കിൽ 1080 മിനിറ്റ് സമയം കയ്യിലുള്ള ഈ പരീക്ഷിത് രാജാവിന് ഇനിയും മോക്ഷാർത്ഥിയാവാൻ, ഈശ്വരനെ അന്വേഷിക്കാൻ, ഈശ്വരനെ കണ്ടെത്താൻ, ഈശ്വരനെ തിരിച്ചറിയാൻ, ഈശ്വരനുമായി വിലയം പ്രാപിക്കാൻ ധാരാളം സമയമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തല് നിരാശപ്പെടാതെ പ്രതീക്ഷയിലേക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന ഒരു സത്യാന്വേഷിയുടെ വാക്കുകളായിട്ട് മാറുകയാണ്. മരണത്തിന്റെ നിരാശയല്ല, മരണത്തിൽ നിന്ന് മോക്ഷത്തിന്റെ പുത്തൻ ജന്മത്തിലേക്കുള്ള ഒരു കടത്തി ഇരുത്തലായിട്ടാണ് ശ്രീ ശുഗബ്രഹ്മർഷിയുടെ വാക്കുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ യഥാർത്ഥത്തില് ശുഗബ്രഹ്മർഷി മരിക്കാൻ പോവുമല്ല, പരീക്ഷിത്ത് മരിക്കാൻ പോവുമല്ല. മരണം എന്താണ്? മരണം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിന്നുള്ള മോചനമാണ്. അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല. അവിടെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. ഈ മരണത്തിലൂടെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിലേക്കാണ് കടക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, പൊക്കിൽ കൊടി വിച്ഛേദിക്കുന്ന സ്വാതന്ത്ര്യം. ആ പൊക്കിൽ കൊടി വിച്ഛേദിച്ച് കുഞ്ഞ് മേടിച്ച സ്വാതന്ത്ര്യം എന്തിനായിരുന്നു? മരണത്തിലേക്കുള്ള സ്വാതന്ത്ര്യമാണ്. മരണം അവരെന്താണ് പിന്നീട് കൊടുക്കുന്നത്? ഇഹലോകത്തിന്റെ ലൗകികമായ ബന്ധങ്ങളുടെ പൊക്കിൽ കൊടി മുഴുവൻ വിച്ഛേദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവൻ ജനിക്കുകയാണ്, മരിക്കുകയല്ല, ജനിക്കുകയാണ് ഈശ്വരന്റെ സാദ്വലങ്ങളിലേക്ക്, ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മചൈതന്യത്തിന്റെ അന്തരാളങ്ങളിലേക്ക്, ലോക ചൈതന്യത്തിന്റെ അംശമായി മാറിക്കൊണ്ട് ഞാൻ എന്ന ഭാവം അത് തോന്നാതെ തോന്നുന്നതാകിൽ അഖിലം ഞാൻ എന്ന ഭാവത്തിലേക്ക് ഞാൻ ഈശ്വരനായി മാറുന്ന, മരണത്തിലൂടെ സ്വതന്ത്രനാവുന്ന, മരണത്തിലൂടെ ജനിക്കുന്ന, പുനർജനയില്ലാത്ത മേഖലയിലേക്ക് കടന്നു കയറുന്ന ഒരു പവിത്രമായ ആത്മാവിന്റെ കഥയായി പരീക്ഷിത്തിന്റെ ജീവിതത്തെ മാറ്റിയത് ശുഗബ്രഹ്മർഷി എന്ന ഒരൊറ്റയാളാണ്. കാരണം അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഭാഗവത കഥയാണ്, മധുരമായ ഭാഗവത കഥ, നിഗമ കൽപ്പതരോർഗളിതം ഫലമായ ഒരു മധുരിക്കുന്ന മാമ്പഴം. ഇതാണ് അദ്ദേഹം കൊടുക്കുന്നത്. അങ്ങനെ ഗംഗാതീരത്ത് പ്രായോപവേശ വ്രതത്തിലൂടെ ഈശ്വരനിലേക്ക് ജീവിതം സമർപ്പിച്ച ഒരു മഹായോഗിയായ പരീക്ഷിത്തിന്റെ മുന്നിലാണ് ശുഗബ്രഹ്മർഷി ഭാഗവതം അവതരിപ്പിക്കുന്നത്. ലൗകികനായ പരീക്ഷിത്ത് രാജാവിന്റെ മുന്നിലല്ല, വിവശനും പശ്ചാത്താപ വിവശനുമായ മനുഷ്യന്റെ മുന്നിലല്ല, വീട്ടിൽ നിന്ന് മാറി മനസ്സിനെയും ശരീരത്തിനെയും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നിശ്ചിന്തനായി, നിർമമനായി, നീരാഗനായി, നിസ്സംഗനായി ഈശ്വര ചൈതന്യത്തിന്റെ എല്ലാ അറിവും തന്റെ ചെവിയിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക്, ജീവനിലേക്ക്, കോശങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പവിത്രതയുടെ ധന്യ 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 മുഹൂർത്തത്തിലേക്ക് കടന്നു കയറുന്ന ഒരു പുണ്യാത്മാവ് അദ്ദേഹത്തിന്റെ മുന്നിലാണ് സഫലമായ രീതിയിൽ ഭാഗവത പുരാണം ഒരിക്കൽ കൂടി അവതരിപ്പിക്കപ്പെടുന്നത്. വ്യാസമഹർഷിയിൽ നിന്ന് ഇത് കേട്ടറിഞ്ഞ ശുഗബ്രഹ്മർഷി, അത് തന്റെ സിരയിലേക്ക് ആവാഹിച്ച ശുഗബ്രഹ്മർഷി, അദ്ദേഹമാണത് പകർന്നു കൊടുക്കുന്നത്. 2ാം വട്ടം ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായ പരീക്ഷിത്തിന്. അവിടെ അദ്ദേഹം ആദ്യം തന്നെ ഉപദേശിക്കുന്നത് എന്താണ്? വൈരാഗ്യത്തിന്റെ ഭാഷയാണ്. വൈരാഗ്യത്തിന്റെ ഭാഷ. ആ വൈരാഗ്യം ആസക്തിയിൽ നിന്ന് അനാസക്തിയിലേക്ക് കടക്കണം, ആസക്തിയിൽ നിന്ന് അനാസക്തിയിലേക്ക്. ഗാന്ധിജി ജയിലിലിരുന്നപ്പോ ഭഗവത്ഗീതയ്ക്ക് ഒരു ഭാഷ്യം എഴുതി. ആ ഭാഷ്യത്തിന്റെ പേര് അനാസക്തി യോഗം എന്നായിരുന്നു. അനാസക്തി യോഗം, ആസക്തിയിൽ നിന്ന് അനാസക്തിയിലേക്ക്. ഈ അനാസക്തിയിലേക്ക് വഴിയൊരുക്കി മനസ്സിനെയും ബുദ്ധിയെയും ക്രമീകരിക്കാൻ വേണ്ടിയാണ് കാലച്ചെറുപ്പത്തില് ബ്രഹ്മചര്യം എന്ന ഒരു ഘട്ടം
മനുഷ്യന് ഈശ്വരന്മാർ കൽപ്പിച്ചു നൽകിയത്. ബ്രഹ്മചര്യം, വിദ്യാഭ്യാസമാണ് ബ്രഹ്മചര്യം. വിദ്യാഭ്യാസ കാലം. ആ വിദ്യാഭ്യാസ കാലത്തെ ചിത്തത്തിൽ വാക്കുറയ്ക്കട്ടെ, ചിത്തം വാക്കിലും അങ്ങനെ. മനോമേ വാചിസ്ഥിതം വാചമ്മേ മനസ്സി സ്ഥിതം. ചിത്തത്തിൽ വാക്കുറയ്ക്കട്ടെ, ചിത്തം വാക്കിലും അങ്ങനെ. ആ പാരസ്പര്യത്തിലൂടെ മനസ്സിൽ വാക്കും വാക്ക് ഈശ്വരനാണ്. വാക്ക് ഈശ്വരനാണ്. വാക്ക് വെളുപ്പാണ്, വാക്ക് ചിരിയാണ്, വാക്ക് സന്തോഷമാണ്, ഒടുക്കത്തെ സന്തോഷം, പരമാനന്ദം. അതാണ് ഈശ്വരൻ. ആ വാക്കിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന നഴ്സറി സ്കൂളും LP സ്കൂളും ഹൈസ്കൂളും ബിരുദാനന്തര മേഖലകളും താണ്ടി ഗവേഷണ ബിരുദം നേടിയ മഹർഷിമാരുണ്ടായത്. പഠിപ്പ് കഴിഞ്ഞ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ആയ മനുഷ്യന്മാരുണ്ടായിരുന്നത്. അതായിരുന്നു പഴയ വിദ്യാഭ്യാസം. ജോണിമാരായിരുന്നില്ല. ജാക്ക് ആൻഡ് ജില്ലും എന്തൊക്കെയാ നമ്മൾ പഠിപ്പിക്കണെന്നറിയോ? ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ആൻഡ് ജില്ല് എവിടേക്കാ പോയെന്നറിയോ? കുന്നിന്റെ പുറത്തേക്ക്. എന്തിനാ പോയേ? ഒരു പാട്ട വെള്ളം കൊണ്ടുവരാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ പരിഹാസ്യത. കുറച്ച് ഉയർത്ത് ജീവിക്കുന്നവർക്കറിയാം താഴേന്ന് വെള്ളം കൊണ്ടുപോകണതിന്റെ ബുദ്ധിമുട്ട്. ലോകത്ത് എവിടെയെങ്കിലും കുന്നിന്റെ പുറത്തുനിന്ന് വെള്ളം താഴേക്ക് കൊണ്ടുവരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുകളിൽ വെള്ളം പറ്റുമ്പോൾ താഴത്തുനിന്ന് വെള്ളം, കുന്നിന്റെ കുറച്ച് ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവർക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായ കുറച്ച് താഴെ എവിടെയാ വെള്ളം കിട്ടണമെന്ന് വെച്ചാൽ അവിടുന്ന് കൊണ്ടുപോകണം. കുന്നിന്റെ മുകളിൽ പോയി വെള്ളം താഴത്തേക്ക് കൊണ്ടുവരുന്ന ഗതികേട് ആകെ ഈ ജാക്കിനും ജില്ലിനും മാത്രമേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടോ നമ്മള് ബാക്കിയുള്ള ആൾക്കാരെ, പ്രഹ്ലാദനെ മറന്നു, ധ്രുവനെ മറന്നു, പരീക്ഷത്തിനെ മറന്നു, എല്ലാ കഥാപാത്രങ്ങളെയും മറന്ന് നമ്മൾ കൊട്ടിപ്പാടും ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. പിന്നെയോ ഇനി വല്ല നല്ല കാര്യവും സംഭവിച്ചോ? ജാക്ക് ഫെൽ ഡൗൺ, വീണു. ആൻഡ് ബ്രോക്ക് ഹിസ് ക്രൗൺ, തലയും പൊട്ടി. ബുദ്ധി ദേശണ്ടായിരുന്ന പോവും ചെയ്തു. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് കയറിയത് വെള്ളം കൊണ്ടുവരാൻ. ഉള്ള ബുദ്ധിയോ തല പൊട്ടിയപ്പോൾ പോവുകയും ചെയ്തു. ഉരുണ്ട് താഴത്തേക്ക് എത്തി. പിന്നെ ബുദ്ധി ഉണ്ടായോ നമുക്ക് അറിഞ്ഞൂടാ. ഇതാണോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണേ? നമ്മൾ ഈ വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസമായിരുന്നില്ല ശുഖബ്രഹ്മർഷിയുടെ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസമായിരുന്നില്ല ഭാരതത്തിന്റെ കാടകങ്ങളിലെ ആരണ്യ സർവകലാശാലകളിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് ഭാരതീയ സംസ്കാരത്തെ നിലനിർത്തിയത്. ആ വിദ്യാഭ്യാസമാണ് ഭാരതീയ സംസ്കാരത്തിന് ഒരു മുഖം കൊടുത്തത്, ലോക ഗുരുവാക്കിയത്, ജീവിതത്തിന് വഴികളും വഴിത്തിരിവുകളും ഉണ്ടാക്കിയത്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ ജീവിക്കാം, എങ്ങനെയൊക്കെ പാടില്ല എന്ന് നമുക്ക് പറയാതെ പറഞ്ഞു തന്ന ഒരു യഥാർത്ഥ സർവകലാ വിദ്യാഭ്യാസമായിരുന്നു ബ്രഹ്മചര്യത്തിലൂടെ. ആശ്രമധർമ്മത്തിൽ നമ്മുടെ പൂർവികർ നേടിയെടുത്തതും പകർന്നു കൊടുത്തതും ഇന്ന് നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിച്ചതും. സംസ്കൃതം പോലും നമ്മൾ പഠിക്കാറില്ല അല്ലേ? സംസ്കൃതം നമ്മൾ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ സംസ്കൃതം എന്നുള്ള വാക്ക് പറയാറുണ്ടോ? സംസ്കൃതം പഠിപ്പിക്കുന്ന മാഷന്മാരോട് ചോദിച്ചു നോക്കൂ, ഏതാ ഡിപ്പാർട്ട്മെന്റ്? സാൻസ്ക്രിറ്റ്. നിങ്ങൾ എന്താ അവിടെ വിഷയം പഠിപ്പിക്കണേ? സാൻസ്ക്രിറ്റ്. എന്താ ജോലി? സാൻസ്ക്രിറ്റ് ടീച്ചറാണ്. എത്ര പേര് പറയാറുണ്ട് സംസ്കൃതം എന്ന്? മലയാളത്തിലും സംസ്കൃതത്തിലും. സംസ്കൃതം സമ്യക്കായി കൃതം എന്നാണ്. സമ്യക്കായി വേണ്ടും വണ്ണം ഉണ്ടാക്കിയെടുത്തൊരു ഭാഷയാണ്. വെൽ ഡൺ എന്നാണ് അതിന്റെ അർത്ഥം ഇംഗ്ലീഷില്. സമ്യക്കായി ചെയ്യപ്പെട്ടത്, വേണ്ടും വണ്ണം ചെയ്യപ്പെട്ടത്. ഇത് സാൻസ്ക്രിറ്റായി മാറിയപ്പോ അപകടമാണ്. സാൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വിത്തൗട്ട് എന്നാണ്, ഇല്ലാതെ. ഡൺ എന്ന് വെച്ചാൽ കൃത് തന്നെ ചെയ്തത്. അപ്പൊ വെൽ ഡൺ എന്നതിൽ നിന്ന് ചെയ്യപ്പെടാത്തത് അൺഡൺ ആയിട്ട് മാറുകയാണ്. സംസ്കൃതം സാൻസ്ക്രിറ്റായപ്പോ അർത്ഥം മാറി. വെൽ ഡൺ എന്നതിൽ നിന്ന് അൺഡൺ, ചെയ്യപ്പെടാത്തത് അൺഡൺ. അൺഡു ചെയ്യൽ കമ്പ്യൂട്ടറിൽ മാത്രമേ ഉള്ളൂ. ആ അൺഡൺ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും യാന്ത്രിക മനുഷ്യരായി നമ്മൾ മാറുകയും ചെയ്തു. കാരണം നമ്മുടെ ജീവിതത്തിന്, കാഴ്ചയ്ക്ക്, കാഴ്ചപ്പാടിന് മെഴുക്കിടുന്ന ഒരു സംസ്കാരമായിരുന്നു സംസ്കൃതത്തിലൂടെ നമ്മൾ നേടിയെടുത്തിരുന്ന സംസ്കാരം. ഔപനിഷദിക ദർശനങ്ങളൊക്കെ. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച വിദ്യാഭ്യാസ വ്യവസ്ഥ. ഇന്ന് അതിലേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പോലും വിഷമമാണ്. പക്ഷേ പരീക്ഷത്തിനെ പോലുള്ള ആൾക്കാര് അറിവിൽ നിന്ന് അറിവിലേക്ക് നടക്കാൻ ശ്രമിച്ചവരാണ്. അനുഭവങ്ങളെ തള്ളി മാറ്റി, അനുഭവങ്ങളെ അനുഭവിച്ചിട്ട് വേണം കളയാൻ. അനുഭവങ്ങളെ വേണ്ടാന്ന് വെക്കല്, അനുഭവിക്കാതെ അല്ല വേണ്ടാന്ന് വെക്കുക. പണ്ടൊരാൾ കാശി പോയി ദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉപേക്ഷിക്കണം, ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാനൊരു സാധനം ഉപേക്ഷിച്ചു പറഞ്ഞു നമ്മുടെ അടുത്ത്. എന്താ ഉപേക്ഷിച്ച്? അത്തിപ്പഴം. അത് ഇത്ര ഇഷ്ടമായിരുന്നു അല്ലേ, എന്തേത് ഉപേക്ഷിച്ച്? അതെനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല, ഞാനിട്ട് തിന്നിട്ടുമില്ല. അതാണോ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? അതുപോലെയാണ് നമ്മള് ഇഷ്ടമില്ലാത്ത സാധനം തള്ളിക്കളയലല്ല നിഷേധം. ജീവിതത്തിന്റെ അനുഭവങ്ങളെ മുഴുവൻ അനുഭവിച്ച് തീർത്തതിന്റെ കയ്പും മധുരവും എരിവും പുളിയും അനുഭവിച്ച്
ഓരോന്നിനെ തള്ളി മാറ്റിയിട്ട് വേണം അറിവിലേക്ക്, നിറവിലേക്ക് നടക്കാൻ. ജീവിതത്തെ സ്നേഹിച്ച്, കുറെ കൂടി വികസിച്ച്, സമൂഹത്തെ സ്നേഹിച്ച്, പ്രകൃതിയെ സ്നേഹിച്ച്, ആ സ്നേഹത്തിലൂടെ ഏറ്റവും വലിയ സ്നേഹത്തിലേക്ക് കടക്കാൻ സാധിക്കണം. അപ്പൊ മനസ്സിലാവും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹസാരമിക സത്യമേകമാം. സ്നേഹം ഈശ്വരനാണ്, ഗോഡ് ഈസ് ലവ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തെ സ്നേഹിച്ച് സ്നേഹത്തിന്റെ ശാദ്വല തലങ്ങളിലെ ഈശ്വര തലങ്ങളിലേക്ക് എത്താൻ സാധിക്കണം. അതാണ് ബ്രഹ്മചൈതന്യം. ആ ബ്രഹ്മചൈതന്യം എന്ന സൂക്ഷ്മവും സ്ഥൂലവും, ഒരേ സമയം സൂക്ഷ്മവും സ്ഥൂലവുമായ ഒരു സംഭവമാണത്. അതൊരു വികാരമാണ്, അമൂർത്തമായ ഒരു സങ്കല്പമാണ്, സ്ഥൂലമാണെന്ന് പറയാം. പക്ഷേ ഈ ലോകത്തിൽ മുഴുവൻ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം ഈ ലോക ശരീരത്തിൽ വ്യാപിച്ച ജീവനാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ ആ ഈശ്വരന് നമ്മൾ കൊടുക്കുന്ന രൂപം ലോകത്തിന്റെ രൂപമാണ്, പ്രപഞ്ചത്തിന്റെ രൂപമാണ്, ഈ ബ്രഹ്മാണ്ടത്തിന്റെ രൂപമാണ്. അവിടെയാണ് നമ്മൾ വിരാട് സ്വരൂപം എന്ന കാഴ്ചപ്പാടിലേക്ക് പ്രവേശിക്കുന്ന. ആ വിരാട് സ്വരൂപത്തെ കുറിച്ചാണ് ശുഗബ്രഹ്മർഷി യഥാർത്ഥത്തിലുള്ള ഒരു അവബോധം പരീക്ഷത്തിന് കൊടുക്കണത് അല്ലെ. വിരാട് രൂപ വർണ്ണനയാണ് പിന്നെ അതിൽ കാണുന്നത്. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ആ വിരാട് രൂപമാണ് വർണ്ണിച്ചു കൊടുക്കുന്നത്. വിരാട് രൂപം വളരെയധികം വിശദീകരിച്ചാൽ എത്തില്ല, അതുകൊണ്ട് ചെറുതായിട്ട് പറയാം. മാത്രമല്ല അത് വിശദീകരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. ഇപ്പോൾ വൈദ്യലിംഗ ശർമ്മ സാറൊക്കെ വന്നപ്പോൾ അവരൊക്കെ അത് അല്ലെങ്കിൽ അടുത്ത ആളെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അതൊന്നും വിശദീകരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. കാരണം അത് ഉൾക്കൊള്ളണമെങ്കിൽ ഞാൻ സ്വയം ഒരു സാധകനോ തപസ്വിയോ ഒക്കെ ആയിട്ട് മാറാൻ ശ്രമിക്കണം. അതിന് ശ്രമിക്കാത്ത ഒരു ലൗകിക ജീവി എന്ന നിലയ്ക്ക് അതിനുള്ള അർഹത പോലും, വിരാട് രൂപത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. അതൊക്കെ ഒരുപാട് കാതങ്ങൾക്ക് അപ്പുറത്താണ്. ഞാൻ പ്രാംശുലഭ്യ ബലേ ലോപാദുൽബാഹുരിവ വാമന എന്നാണ്. വളരെ ഉയരമുള്ളൊരു വൃക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഫലം ഒരു വാമനൻ, ഒരു കുറിയ ആള് കൈയെത്തിയ എത്ര എത്തിയാലും കിട്ടില്ല, പരിഹസിക്കപ്പെടുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൈയെത്തി പിടിക്കാനാവാത്തൊരു മേഖലയാണ് ആ പ്രപഞ്ച തത്വം. ഈശ്വര ചൈതന്യത്തെ ഏറ്റവും ചെറിയ അണുവായും ഏറ്റവും വലിയ ബൃഹദാകാരമായ ലോക രൂപം തന്നെയായും ഒരേ സമയം കാണാൻ കഴിഞ്ഞവരാണ് നമ്മുടെ മഹർഷിമാര്. അതില് ഏറ്റവും ചെറിയ അണു ബൃഹത് കൃശസ്ഥൂല എന്നാണ് പറയുന്നത് അല്ലെ വിഷ്ണു സഹസ്രനാമം. അണു ബൃഹത്, അണുവാണ് ബൃഹത്താണ്, കൃശനാണ് സ്ഥൂലനാണ്. അപ്പൊ എല്ലാം ആരാ? നാനോ ആയാലും ദൈവമാണ്, മൈക്രോ ആയാലും ദൈവമാണ്, മാക്രോ ആയാലും ദൈവമാണ്. എല്ലാം ദൈവമല്ലേ, സർവം ബ്രഹ്മമയം. പക്ഷേ ഏറ്റവും ചെറിയ ഒരു അണു അല്ലെങ്കിൽ അതിലും താഴെയുള്ള ഒരു തരംഗ കഷണം പോലും, ഒരു തരംഗ ശകലം പോലും ഈശ്വരനാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മൾ മോളിന്ന് ഇങ്ങോട്ട് വരണം. ഏറ്റവും വലിയ രൂപമാണ് ഈശ്വരൻ, അതിനെ ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ഏറ്റവും ചെറുതുമാണ് ഈശ്വരൻ എന്നറിയാൻ പറ്റണം. അതുകൊണ്ടാണ് ലോകം, പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വര ശരീരമാണ്. അതാണ് വിരാട് രൂപം. ആ വിരാട് രൂപത്തിൽ ഒരു ബൃഹത്തും മഹത്വമായ ചൈതന്യധാരയുണ്ട്. ആ ഈശ്വര സങ്കല്പമാണ് വൈരാജൻ. വൈരാജൻ എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പം. ആ ഈശ്വര സങ്കല്പത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ആ ലോക വിരാട് സങ്കല്പത്തെയും ആ ഈശ്വര ചൈതന്യത്തെയും കാണണമെങ്കിൽ നമുക്ക് വേണ്ടത് നല്ലൊരു കാഴ്ചയും കാഴ്ചപ്പാടുമാണ്. അതാണ് സുദർശനം. നമുക്കൊക്കെ ആദ്യം വേണ്ടത് അതാണ്. ഒരു ആയുധം വേണം. നമ്മുടെ മനസ്സിന്റെ കാട് തെളിച്ച് ആ മനസ്സിന്റെ ഉള്ളിലൂടെ പോയിട്ട് എവിടെയാണൊരു വിഷ്ണു വിഗ്രഹം ഉള്ളത് എന്ന് കണ്ടെത്താൻ നല്ല ഒരു ആയുധം വേണം നമുക്ക്. മനസ്സിന്റെ കശ്മലതകളെ, മനസ്സിന്റെ കാപട്യങ്ങളെ, മനസ്സിന്റെ വികാരങ്ങളെ, മനസ്സിന്റെ മാലിന്യങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട്, വകഞ്ഞു മാറ്റിക്കൊണ്ട്, വഴിയിലുള്ള കല്ലും മുള്ളുമൊക്കെ മാറ്റിക്കൊണ്ട്, അഴുതയിൽ മുങ്ങി മനസ്സാകുന്ന അഴുതയിൽ മുങ്ങി മാലിന്യമാകുന്ന മനസ്സിലെ മാലിന്യമാകുന്ന കൽമഷം മുഴുവൻ കല്ലായി എടുത്തു കളയുന്നത് പോലെ മനസ്സിന്റെ മാലിന്യത്തെ മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥമായ ദർശനം, അതിനുവേണ്ട ആയുധമാണ് സുദർശനം. കറങ്ങുന്ന ഒരു ചക്രമല്ല. എന്താണ് സുദർശനം? നല്ല ദർശനം, കാഴ്ച, നല്ല കാഴ്ച, നല്ല കാഴ്ചപ്പാട്. പണ്ട് സുദർശനത്തെ കുറിച്ച് ഒരു ചെറിയ കഥ. പണ്ട് ഈ ഗണപതി ആളൊരു മിടുക്കനാ. അമ്പിന കുട്ടവയർ അഴകും ഒരൊറ്റ കൊമ്പുടു തുമ്പിക്കരമുട്ടയോനെ ഉമ്പർപുരാന്തന്റെ ഓമന മകനെ കുമ്പിട്ടേൻ തവ ഗണനായകന്. ഈ ഗണപതി പണ്ട് വിഷ്ണുവിനെ പറ്റിച്ചു. സുദർശനം എടുത്ത് വിഴുങ്ങി.
ആകപ്പാടെ കയ്യിലുള്ള ഒരു ആയുധമാണ് സുദർശനം. കാഴ്ച പോയാൽ എന്താ ചെയ്യുക? വിഷ്ണുവിനെ അറിയാൻ, തപ്പി തടയേണ്ടി വരും. ആര്? വിഷ്ണുവല്ല, നാട്ടുകാർക്ക് മുഴുവൻ കാഴ്ച കൊടുക്കുന്ന പ്രകാശമാണ് സുദർശനം. കാഴ്ചപ്പാടാണ് സുദർശനം. ഇത് ഗണപതിയുടെ വയറ്റിലെത്തിയപ്പോൾ വിഷ്ണുവിന് പേടിയായി. എങ്ങനെയെങ്കിലും കേടുപാട് കൂടാതെ ഈ സുദർശനം തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. പണി പഠിച്ചത് 18 അടവ് നോക്കിയിട്ടും ഗണപതി വിട്ടുകൊടുക്കണില്ല. അവസാനം എന്ത് ചെയ്തു? വിഷ്ണു നിന്നിട്ട് ഏത്തോയിടുകയാണ്. ഏത്തോട്ട് ഒരു 101 പ്രാവശ്യം ഗണപതിയുടെ മുമ്പ്. ഓരോ പ്രാവശ്യവും വിഷ്ണു ഇങ്ങനെ കുണിങ്ങി ഏത്തോടുന്ന് കണ്ടപ്പോൾ ഗണപതിക്ക് ചിരി സഹിക്കണില്ല ഈ കോമാളിക്കളി കണ്ടിട്ട്. അങ്ങനെ ചിരിച്ചിട്ട് ആ ചിരിയുടെ കാഠിന്യത്തില് സുദർശനം പുറത്തേക്ക് ചാടി എന്നാണ്. അതാണ് ഗണപതിയുടെ വയറ്റിലാണ് സുദർശനം. എന്താ പ്രശ്നം എന്നറിയോ? ഗണപതി എന്ന് പറയുന്നത് മൂലാധാരത്തിലെ ഈശ്വര സങ്കല്പമാണ്. നമ്മുടെ ശരീരത്തിന്റെ അടിത്തട്ടില് മൂലാധാരം എന്ന് പറയുന്ന നമ്മുടെ സാധാരണ കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന ശരീരത്തിന്റെ ജീവന്റെ താഴത്തെ തട്ട്. ഈ താഴത്തെ തട്ട് ജനനേന്ദ്രിയത്തിന്റെയും മലദ്വാരത്തിന്റെയും ഒക്കെ ഇടയിലുള്ള ഒരു ഭാഗത്താണ്. ഈ ഗണപതിയുടെ വയറ്റിലേക്ക് അന്നമയ കോശമാണ് ഗണപതിയുടെ സ്ഥലം. ഈ അന്നമയ കോശത്തിലേക്ക് ഈ സുദർശനം പോയി കഴിഞ്ഞാല് ഈ സുദർശനം എന്ന് പറയുന്ന കാഴ്ച എന്താ അവിടെ കാണുക? അന്നം കാണും. ജനനേന്ദ്രിയങ്ങള് അഥവാ കാമം എന്ന് പറയുന്ന ഒരു അവസ്ഥ കാണും. ലൈംഗികത എന്നൊക്കെ പറയുന്ന അവസ്ഥ അല്ലെ? ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കാഴ്ചവട്ടത്ത് വരിക. കാരണം സുദർശനം കിടക്കുന്നത് വയറ്റിന്റെ അടിയിലാണ്, അധോമുഖിയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ അപകട നമ്മുടെയൊക്കെ കാഴ്ച ജനനേന്ദ്രിയങ്ങളിലേക്ക്, പ്രത്യുൽപാദനത്തിലേക്ക്, അല്ലെങ്കിൽ സെക്സ് കാമത്തിലേക്ക്, പിന്നെ ഭക്ഷണത്തിലേക്ക്, സുഖസൗകര്യങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ മോചനമുള്ളത്? അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അല്ലേ? ആ 21-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലാണ് നമ്മൾ ജീവിക്കണത്. സർവത്ര പീഡനമയം. പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെയാ സംഭവിക്കണതെന്ന് അല്ലേ? അത് പറയാതെ തന്നെ നമുക്കറിയാം. ആ ഒരു അവസ്ഥ ഉണ്ടാകും. കാഴ്ചപ്പാട് ഈ ചില ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. കാഴ്ചപ്പാടിന്റെ ആ ഒരു റേഞ്ച് കുറയുകയും കാഴ്ചയും കാഴ്ചപ്പാടും നമ്മുടെ കേവല ഭൗതിക ലൗകിക സന്തോഷങ്ങളിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ് സുദർശനം വിഴുങ്ങി ഗണപതിയുടെ അകത്ത് പോയാൽ സംഭവിക്കുന്നത്. ഇത് സംഭവിക്കാതെ ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുന്ന സുദർശനം പുറത്തേക്ക് കൊണ്ടുവരികയാണ് വിഷ്ണു ചെയ്യുന്നത്. ആ സുദർശനം, ആ കാഴ്ചപ്പാട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ വിരാട് രൂപം മനസ്സിലാക്കണമെങ്കിൽ ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ലോകത്തെ സമസ്ത സ്ഥാവര ജംഗമങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന അണ്ഡാകൃതിയിലുള്ള ഒരു ലോകസങ്കല്പവും അതിൻ്റെ ഉള്ളിൽ വൈരാജൻ എന്ന് പറയുന്ന ഒരു ഈശ്വര ചൈതന്യവും, ഈ അണ്ഡാകൃതിയിലുള്ള ലോകഗോളത്തിന് ഏതാണ്ട് ഒരു 7 ആവരണങ്ങളാണ് ശുഖബ്രഹ്മർഷി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, വേദാന്തികള് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പഞ്ചഭൂതങ്ങള്, പിന്നെ മനസ്സ്, അഹങ്കാരം, മഹത്തത്വം. ഇങ്ങനെ ആവരണ വിധേയമായ ഒരു ഈശ്വര ചൈതന്യം, അതിൻ്റെ ഉള്ളിൽ ജീവനായിരിക്കുന്ന ബ്രഹ്മാവ്, അതിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഈശ്വര ചൈതന്യമായ വൈരാജൻ എന്ന് പറയുന്ന വളരെ വലിയ, എനിക്ക് വിവരിക്കാൻ കഴിയാത്ത വളരെ വലിയ ഒരു സങ്കല്പത്തെയാണ് വളരെ വലിയ ആ സൂക്ഷ്മമായ ബുദ്ധിശക്തി കൊണ്ട്, കൂർമ്മമായ ചിന്ത കൊണ്ട് കണ്ടറിഞ്ഞ് കാഴ്ച പോലെ ഈ പരീക്ഷത്തിന്റെ മുന്നില് ശുഖബ്രഹ്മർഷി വയ്ക്കുന്നത്. അവിടെ ആ അനുഭവത്തിന്റെ തലങ്ങളിൽ നമുക്ക് അതിന്റെ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. പാദത്തിന്റെ താഴെ പാതാളം, ഈ ശരീരത്തിന്റെ ലോക ശരീരത്തിന്റെ മുൻഭാഗവും പിൻഭാഗവും രസാതലം, ഞെരിയാണി മഹാതലം, ഇങ്ങനെ പോവാണ്. മുട്ടുകൾ സുതലം, ഓരോ ഭാഗം 14 ലോകത്തിനും ഓരോ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഭഗവാന്റെ ശരീരത്തില്. അവിടെ നേത്രഗോളങ്ങൾ അന്തരീക്ഷ ലോകമാണെങ്കിൽ കണ്ണ് സൂര്യനാണ്. കൺപോളകൾ അത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സാധനമാണ്. വെളിച്ചം കിട്ടുകയും ചെയ്യും, ഇരുട്ടാക്കുകയും ചെയ്യും അല്ലെ? കണ്ണ് അടച്ച ഇരുട്ടാക്കുക എന്നാ പറയാ. കണ്ണ് തുറന്നാലാ വെളിച്ചം കണ്ടതുപോലെ കാണുകയാണെങ്കിൽ. അപ്പൊ കൺപോളകള് യഥാർത്ഥത്തില് രാത്രിയും പകലുമായി മാറുന്നു. രസം നാവായിട്ട് മാറുന്നു, ജലം അണ്ണാക്കായിട്ട് മാറുന്നു. വേദങ്ങള് ഭഗവാന്റെ ശിരസ്. കാരണം വേദത്തിലുള്ളത് അറിവാണ്. അറിവ് ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. ചിന്ത തലയ്ക്കുള്ളിലാണ്. തല പുകഞ്ഞ് ആലോചിക്കുന്ന തപസ്സിൽ നിന്നാണ് ചിന്തകളും ദർശനങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വേദങ്ങള് ശിരസ്സായി മാറുന്നു, മായ പുഞ്ചിരിയായി മാറുന്നു, മേഘം തലമുടിയായി മാറുന്നു. ഇനി സന്ധ്യയാണ് ഭഗവാന്റെ വിരാട് രൂപത്തിലെ വസ്ത്രം അല്ലെ? കൃഷ്ണാഷ്ടമി എന്നുള്ള കവിതയില്
കുഞ്ഞെ ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ട് കുഞ്ഞിനുടുക്കാൻ സന്ധ്യകളാടകൾ മഞ്ഞൾ പിഴിഞ്ഞു വിരിക്കുന്നു. കുഞ്ഞിനാണ്, ആ കുഞ്ഞന്നെയാണല്ലോ ഈശ്വരൻ. കുഞ്ഞിനുടുക്കാൻ സന്ധ്യകളാടകൾ മഞ്ഞൾ പിഴിഞ്ഞു വിരിക്കുന്നു. ഇന്നലെ വരെ ഞാൻ ഈ വരി വായിച്ചു എന്നല്ലാണ്ട് സന്ധ്യയുടെ നിറം മാത്രമാണെന്നാ വിചാരിച്ച്. ഇന്ന് രാവിലെ 5 മണിക്ക് ഭാഗവത് ഒന്നും കൂടി എടുത്തു നോക്കിയപ്പോഴാണ്, ഓ സന്ധ്യയാണ് ഭഗവാന്റെ വസ്ത്രം. അതുകൊണ്ടാണ് വൈലോപ്പിള്ളി ഇത് മനസ്സിലാക്കിയിട്ട് വിഷ്ണു എന്ന് പറയുന്ന കൃഷ്ണൻ, ഉണ്ണികൃഷ്ണന് സന്ധ്യകളാണ് വസ്ത്രം കൊടുക്കണത്, കുഞ്ഞിന് മഞ്ഞൾ പിഴിഞ്ഞിട്ട് മഞ്ഞപ്പെട്ട് കൊടുക്കണത് എന്ന് പറയണത്. സന്ധ്യാരാഗത്തിന്റെ മഞ്ഞപ്പെട്ട് സന്ധ്യ കൊടുക്കണു എന്ന് കാവ്യാത്മകമായിട്ട് പറയുമ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അതാണ് കവി ക്രാന്തദർശി, സൂക്ഷ്മമായി കാണുന്നവനാണ് കവി. എന്നാ ഋഷിക്കവി, സത്യം കാണാത്തവൻ കവിയല്ല. ഇത് മുഴുവൻ പഠിച്ച വൈലോപ്പിള്ളി എഴുതിയതും അതാണ്. സന്ധ്യകൾ ആടകൾ മഞ്ഞൾ പിഴിഞ്ഞു വിരിക്കുന്നു, അതാണ് സന്ധ്യ. വസ്ത്രം കൊടുക്കണു, നാടികള് നദികളായി മാറുന്നു, രോമം വൃക്ഷങ്ങളായി മാറുന്നു, കാറ്റ് ശ്വാസമായി മാറുന്നു, കാലഗതി വയസ്സായി മാറുന്നു. ഈ സംസാര സാഗരം, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ജീവിതത്തിന്റെ മഹാസാഗരം, സംസാര സാഗരം ഈശ്വരന്റെ ലീല, പ്ലേ, കളിയായിട്ട് മാറുന്നു. വിശ്വം ചമയ്ക്കുമുടനെയതു കാത്തഴിക്കും വിശ്വൈകനാഥന് കളിപ്പുര എന്ന പോലെ. തൃച്ചംബരത്ത് പെരുമാൾക്ക് എന്ന് പറയുന്നൊരു ശ്ലോകമാണ്. വിശ്വം ചമയ്ക്കുമുടനെയതു കാത്തഴിക്കും വിശ്വൈകനാഥന് കളിപ്പുര എന്ന പോലെ. അതാണ് ആ സംസാരം. ഈശ്വരന്റെ ലീലാരംഗമാണ് നമ്മുടെ ഈ ജീവിക്കുന്ന ലോകം. അവിടെ ജീവിക്കുന്ന നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കളിയരങ്ങിലെ ആട്ടക്കാരും പാട്ടുകാരും നൃത്തക്കാരുമൊക്കെയാണ്. നമോസ്തുതേ മജ്ജീവനദായക നടേശപരമാത്മൻ നരാഖ്യമങ്ങേ നർത്തനഗണമതിൽ ഞാനും ഒരൽപാംഗം വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം. അങ്ങനെ നമ്മളൊക്കെ നടന്മാരാണ്. നടന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. നടന്മാര് കാണികളുടെ മുന്നിലാണ് ആടുന്നത്. ഈശ്വരന്റെ ഈ സ്റ്റേജ് ഒരു ഓപ്പൺ സ്റ്റേജ്, ഒരു ഓപ്പൺ തിയേറ്ററാണ് നമ്മുടെയൊക്കെ ജീവിതമാകുന്ന സംസാര സാഗരം. ഇതിൽ നമ്മളൊക്കെ ആടുകയും പാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ ആ കളി കണ്ടുകൊണ്ട് നമ്മളെ കളിപ്പിച്ചുകൊണ്ട് മുകളിലൊരാളുണ്ട് എന്ന സത്യം. ആ കളിയൊക്കെ നമ്മൾ കളിക്കുന്നത്, നടൻ അരങ്ങിലാടുന്നത് കാണികളുടെ മുന്നിൽ അവന്റെ കലാസമർപ്പണമാണ്. കാണികൾക്ക് വേണ്ടിയാണ് അവൻ ആടുന്നത്. അവന്റെ കല അവൻ കാണികളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. നമ്മളൊക്കെ മഹാനടൻ, അതാണ് മാടൻ, മഹാനടനായ ഈശ്വരന്റെ മുന്നിൽ നമ്മുടെ കളി ഈശ്വരനാകുന്ന സാക്ഷിയുടെ മുന്നിൽ, ഈശ്വരനാകുന്ന കാണിയുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മളുടെ കളി, ആ കളിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലീലാരംഗം. അങ്ങനെ ആ വിരാട് രൂപം മനസ്സിൽ ധ്യാനിച്ചു ഉറപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയ കാമനകളിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, പുറം കാഴ്ചകളിൽ നിന്ന് മനസ്സിനെ പതുക്കെ 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 പ്രത്യാഹരിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലേക്ക് മനസ്സിനെ വലിച്ചുകൊണ്ട് പരീക്ഷിത്ത് കണ്ണടയ്ക്കുകയാണ്. ആ കണ്ണടയ്ക്കുമ്പോൾ പുറത്തുള്ള കാഴ്ചകളല്ലാതായി മാറുകയും മനസ്സിൻ്റെ ഉള്ളിൽ പുതിയൊരു കാഴ്ച പിറവിയെടുക്കുകയും ചെയ്യാണ്. ഒരു പുതിയ തിരുക്കാഴ്ച. ആ കാഴ്ച ഉൾക്കണ്ണ് തുറക്കുന്ന കാഴ്ചയാണ്. ബാഹ്യനേത്രങ്ങളെ അടച്ചുകൊണ്ട് അന്തർനേത്രങ്ങളെ തുറന്നുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിലെ ഈശ്വര സാന്നിധ്യത്തെ ഈ രൂപത്തിന്റെ, പ്രകൃതിയുടെ ലോകത്തിന്റെ രൂപത്തിലൂടെ തന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് തന്റെ മനസ്സിനെ മുഴുവൻ ഈശ്വരന്റെ ഓരോ ശരീരഭാഗങ്ങളിലൂടെ തപ്പിയെടുത്തുകൊണ്ട് മനസ്സിലെ ഉൾക്കാഴ്ചയായി മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചയും കാഴ്ചപ്പാടും മാറുന്നു. അദ്ദേഹം ഈശ്വരനെ കാണുന്നു. ആ ഈശ്വരന്റെ ചൈതന്യത്തിന്റെ പുത്തൻ ശബ്ദങ്ങളിലേക്ക് കയറാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അവിടെ തികഞ്ഞ വെളുപ്പ് നിറം മാത്രമാണ്. ജീവിതത്തിന്റെ അനുഭവ പരമ്പരകൾ തരുന്ന വർണ്ണപ്രപഞ്ചമോ നിറക്കൂട്ടോ അവിടെയില്ല. ഓരോ നിറത്തിന്റെയും കറുപ്പ് മുതലുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ കറുപ്പാണ്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന കറുപ്പാണ് നമ്മള്. കറുപ്പിന്റെ പ്രത്യേകത അതാണ്, എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യും. അങ്ങനെ തമോവ്രതമായിക്കൊണ്ട് എല്ലാ നിറങ്ങളെയും, അനുഭവ പരമ്പരകൾ നിറങ്ങളാണെങ്കിൽ
അനുഭവ ശതങ്ങൾ നിറങ്ങളാണെങ്കിൽ, ലൗകികതയുടെ ഓരോ പര്യായങ്ങളും നിറങ്ങളാണെങ്കിൽ, ആ നിറങ്ങളെ മുഴുവൻ ഓരോന്നോരോന്നായി ആഗിരണം ചെയ്യുന്ന കറുത്ത നമ്മൾ, ആ കറുപ്പിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ആ കറുപ്പിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് ശുഭ്രാവസ്ഥയിലേക്ക്, ഈശ്വര സാന്നിധ്യത്തിന്റെ, വെളുപ്പിന്റെ, പ്രകാശത്തിന്റെ ശാദ്വലത്തിലേക്ക് കയറുകയാണ്. അവിടെ ഒരു പൊട്ട് കറുപ്പ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ കളങ്കമില്ലാത്ത വെളുപ്പാണ്. ന്യൂട്ടന്റെ വർണ്ണപമ്പരത്തില് ഒരുപാട് നിറങ്ങളുള്ള ന്യൂട്ടന്റെ വർണ്ണപമ്പരം ആവർത്തിച്ച് ആവർത്തിച്ച് വേഗതയിൽ കറക്കുമ്പോൾ പിന്നെ കാണുന്നത് ഒരു വെളുത്ത നിറമാണ്. എല്ലാ നിറങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച്, കറുപ്പിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് വെളുപ്പിലേക്കുള്ള ഒരു യാത്രയാക്കി മാറ്റുമ്പോഴാണ് ഈ പരീക്ഷത്തിന് മോക്ഷ സാധനയുടെ ആ അനുഭൂതി നുകരാൻ കഴിയുന്നത്. അങ്ങനെ മോക്ഷത്തിലേക്കുള്ള പാദം എടുത്തു വെക്കുന്നവനായി അദ്ദേഹം മാറുകയാണ്. അങ്ങനെ ഒരു വേറിട്ട മനുഷ്യനായി അദ്ദേഹം മാറുകയാണ്. അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വാക്ക് ഈശ്വരൻ ഉറയ്ക്കുന്നു എന്നതാണ്. അറിവിന്റെ മേഖലകളിലേക്ക്, ഈശ്വരാനുഭവത്തിന്റെ മേഖലയിലേക്ക് കടന്നിരുന്നു കൊണ്ട് വിരാട് രൂപമാകുന്ന ലോക ചൈതന്യത്തെ ലോകത്തിൽ സമർപ്പിച്ച് ലോകത്തെ മുഴുവൻ തന്നിലേക്ക്, ഗണപതി അച്ഛനെ അമ്മി ലോകാക്കി, അതുപോലെ ലോകത്തെ മുഴുവൻ ഈശ്വര സങ്കല്പത്തിന്റെ സ്ഥൂല സങ്കല്പത്തിൽ നിന്ന് സൂക്ഷ്മ സങ്കല്പത്തിലേക്ക് കടത്തി വെച്ചുകൊണ്ട് ആ വലിയ ലോകത്തെ, വിരാട് രൂപത്തെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ മോക്ഷത്തിന്റെ പടവുകൾ കയറുന്നത്. ആ ഈശ്വര സങ്കല്പം മോക്ഷത്തിലേക്കുള്ള വഴി തെളിക്കുന്ന വിളക്കായിട്ട് ശുഗബ്രഹ്മർഷിക്ക് മാറാൻ കഴിയുന്നു. വിളക്ക് പിടിക്കാൻ ഒരാൾ വേണം മുന്നിൽ. ശീവേലി നടത്തുമ്പോൾ ഇല്ലേ, ആ വിളക്ക് പിടിക്കുന്ന ആളായിട്ടാണ് അനശ്വരനായ ശുഗബ്രഹ്മർഷി മാറുന്നത്. നമ്മളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ശുഗബ്രഹ്മർഷിമാരെ, വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈശ്വര അവബോധത്തിന്റെ വെളുത്ത ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തരാൻ, ശുഭ്രമായ ജ്ഞാനമേഖലയുടെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് നമ്മളെ കയറ്റാൻ, സഹസ്രാര പത്മത്തിലെ ശുക്ലവർണ്ണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ആ മധുരതരമായ ആനന്ദ അമൃതത്തിലേക്ക് കടക്കാൻ ഓരോ വ്യക്തിക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇത്തരം ഭാഗവത സദസ്സുകളിൽ വന്നിരിക്കുന്നത്, ഈശ്വര ചിന്ത ചെയ്യുന്നത്, ഈശ്വരനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഈശ്വരൻ നമ്മുടെ അനുഭവമാകണമെങ്കിൽ ഈശ്വരാധീനമുണ്ടാകണം. ഈശ്വരൻ നമ്മുടെ അധീനത്തിലാവുകയാണ്, നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഈശ്വരൻ നമ്മളുടെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് ആ പാദസ്പർശത്തിന്റെ നിത്യവിസ്മയങ്ങളിലേക്ക്, ആർദ്ര നിർവൃതിയിലേക്ക് നമ്മൾ കടക്കുന്നത്. അവിടെ ഭക്തി ഈശ്വരനായി മാറുന്നു, ഭക്തൻ ഈശ്വരനായി മാറുന്നു, അറിവ് ഈശ്വരനായി മാറുന്നു, എല്ലാം ഈശ്വരനായി മാറുന്നു. ആ ഈശ്വര സായുജ്യത്തിന്റെ മാസ്മര ലോകങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാനെങ്കിലും നമുക്ക് എല്ലാവർക്കും കഴിയണമേ എന്ന്